സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ ക്രമീകരിച്ച ഈ ബൈബിൾ ക്ലാസ്സുകളുടെ 4ാമത്തെയും ഒടുവിലത്തെയുമായ ഈ ദിവസം നമുക്കൊരുമിച്ച് ദൈവപാദപീഠങ്ങളായിരിക്കാൻ കർത്താവ് തന്ന ഭാഗ്യകരമായ അവസരത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. ഔപചാരികതയിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആത്മാർത്ഥമായി തോന്നുന്ന വാക്കുകൾ പറയുന്ന സ്ഥാനത്തല്ലല്ലോ ഇവിടെ ഇങ്ങനെ യോഗങ്ങൾ ക്രമീകരിക്കുകയും ശുശ്രൂഷിക്കാനായി അവസരമൊരുക്കുകയും ചെയ്ത മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷന്റെ ചുമതലക്കാരായ പ്രിയ സഹോദരങ്ങളോട് ഞാൻ വിശേഷാൽ നന്ദി പറയുന്നു. സ്തോത്രം. ഞാൻ ആരംഭ ദിവസം ഓർപ്പിച്ചതുപോലെ എമിറേറ്റ്സ് ക്രിസ്ത്യൻ പ്രൊഫഷണൽസ് ഫോറം ഫോർ ബൈബിൾ സ്റ്റഡി എന്ന പേരിൽ ECPF എന്ന ചുരുക്കപ്പേരിൽ അറിയുന്ന ആ പ്രത്യേകമായ കൂട്ടായ്മയുടെ ക്ഷണപ്രകാരവും അവരുടെ താല്പര്യപ്രകാരവും അവർ ക്രമീകരിച്ചതനുസരിച്ചും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എനിക്ക് അതിനെ ക്ഷണം തന്നതനുസരിച്ചുമാണ് ഈ പ്രാവശ്യം വരുവാൻ ഇടയായത്. അബുദാബിയിൽ 4ാം പ്രാവശ്യമാണ് ഞാൻ വരുന്നത്. 93-ലായിരുന്നു ആദ്യം വന്നത്. 2000-ലും 2003-ലും ഇങ്ങനെ 2005-ൽ 4ാം പ്രാവശ്യം വരുവാൻ അവസരമുണ്ടായി. സ്തോത്രം. ഈ കഴിഞ്ഞ 2 പ്രാവശ്യത്തെയും എൻ്റെ യാത്രയിൽ ക്രമീകരണങ്ങൾ ചെയ്ത സഹോദരങ്ങളെ പ്രത്യേകം ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. സ്തോത്രം. ചേട്ടാൽ പ്രിയപ്പെട്ട രാജാന്റെയും പരസമാവിൻ്റെയും വീട്ടിലാണ് ഈ 2 പ്രാവശ്യവും താമസിക്കാനും അവരുടെ ആതിഥ്യം സ്വീകരിച്ച് അവരുടെ ശുശ്രൂഷകൾ അനുഭവിച്ച് അവരുടെ സ്നേഹം അനുഭവിച്ച് ഇവിടെ ആയിരിക്കാൻ ദൈവം തന്നു. അതുപോലെ ECPFന്റെ ചുമതലക്കാരായ ബഹുമാന്യരായ സഹോദരങ്ങളുണ്ട്. സമയം കുറവായതുകൊണ്ട് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഞങ്ങളോട് ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ ഞാനൊരു സന്തോഷമായി കൂട്ടുന്നു. സ്തോത്രം. പലപ്പോഴും തിരക്കുള്ള ജീവിതത്തിലാണ് നിങ്ങളെന്നുള്ളത് കൊണ്ട് സമയം കൃത്യമായി പാലിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടും സമയത്തിൻ്റെ പരിമിതി നമുക്കുണ്ട്. സമയം പരിമിതമാണെങ്കിലും അത്യാവശ്യമായി പറയാനുള്ള കാര്യങ്ങൾ പറയുവാൻ ഞാൻ ഉത്സാഹിക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വ്യക്തമാകുന്നു ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കട്ടെ. ന്യായമായി എന്തെങ്കിലും കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണമെന്ന് ഞാൻ ആവർത്തിച്ച് നിങ്ങളെ ഓർപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യാനായിട്ട് ഉത്സാഹിക്കണം. യൂദായുടെ ലേഖനം, ആ ലേഖനത്തോടൊക്കെ വിശ്വസ്തത പാലിക്കുവാൻ ഈ ദിവസങ്ങൾ കൊണ്ട് കഴിയുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. എങ്കിലും ഒരു ഔട്ട്ലൈൻ പോലെ ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ഉത്സാഹിക്കുകയായിരുന്നു. സ്തോത്രം. അത് നിങ്ങൾക്ക് പ്രയോജനമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റേറ്റ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞു. വിശ്വാസത്യാഗികൾ. സഭാ ചരിത്രത്തിലെ ആദ്യഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ പ്രവർത്തനവും ജീവനെ കൊടുത്തും കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായവർ. പ്രവൃത്തിയുടെ പുസ്തകത്തിലെ ആദ്യ ഭാഗത്ത് തന്നെ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു, പത്രോസിനെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടു. ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രവൃത്തിയുടെ പുസ്തകം തുടങ്ങുന്നത്. ജീവനെ കൊടുത്തും കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായ സമർപ്പിതരായ ഭക്തന്മാർ. അവരുടെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവിന്റെ മടങ്ങിവരവായിരുന്നു. അവരുടെ അമിതാവേശത്തിൽ അവർ ചെയ്തത് സ്വത്തുക്കൾ പോലും വിറ്റ് പങ്കിട്ട് കൊടുത്ത് അങ്ങനെ ഇവിടെ ഒന്നും വേണ്ട എന്ന നിലയിൽ അവർ സമ്പൂർണ്ണമായി കർത്താവിനായി ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കുകയായിരുന്നു. എന്നാൽ സഭാചരിത്രത്തിന്റെ ഒടുവിൽ വരുമ്പോൾ നേരെ തിരിച്ച ചിത്രമാണ് കാണാൻ കഴിയുന്നത്. അപ്പോസ്റ്റേറ്റ്സ്, വിശ്വാസത്യാഗികൾ. ത്യാഗികളുടെ ചിത്രം. സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തെ ബലി കഴിക്കാൻ തയ്യാറാകുന്ന, മടി കാണിക്കാത്ത ഒരു കൂട്ടം ആളുകൾ. അവരുടെ ദുഃഖകരമായ ചിത്രമാണ് യൂദാ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ ഇവിടെ ചിത്രീകരിക്കുന്നത്. ഈ പ്രതിസന്ധിയിൽ, അങ്ങനെ തന്നെ പറയാമല്ലോ, ഈ വല്ലാത്ത വിശ്വാസത്യാഗത്തിന്റെ കാലത്ത് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന് പോരാടിക്കൊള്ളണമെന്ന് അപ്പോസ്തലൻ ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചതാണ്. ഒരിക്കലും ആരും അതിനോടുകൂടെ കൂട്ടാൻ പാടില്ല. അതിവിശുദ്ധമാണ്. അതിനെ ടാമ്പർ ചെയ്യാൻ പാടില്ല. പാവനമായി
സ്തോത്രം. അത് പരിഗണിക്കണം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചല്ലോ. അങ്ങനെ ആ ആഹ്വാനം കൊടുക്കുമ്പോൾ അനേക കാര്യങ്ങൾ ഇന്നത്തെ അപ്പോസ്റ്റേറ്റ്സിന്റെ സ്വഭാവത്തെക്കുറിച്ച് യൂദ വിശദീകരിക്കുന്നു. ആ വിശദീകരിക്കുന്നതിൽ നമ്മൾ 11ാമത്തെ വാക്യം വരെ വന്നു. ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് സൂചിപ്പിക്കാനായി പഴയ നിയമ ഭാഗത്തുനിന്ന് ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ചരിത്രത്തിൽ നിന്ന്, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്ന് ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു. ദൂതന്മാരുടെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു. സോദോം ഗോമോറായുടെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു. പിന്നെ ഈ നിലയിൽ ആത്മമണ്ഡലത്തിലേക്ക് കടന്ന് വചനത്തിന് വ്യവസ്ഥയിലല്ലാതെ ആത്മമണ്ഡലത്തിലേക്ക് കടന്ന് വ്യാപരിക്കുന്നവരെ കുറിച്ച് പരാമർശിച്ചു. നമ്മൾ മറക്കരുത്, 21ാം നൂറ്റാണ്ടായപ്പോഴേക്കും സ്പിരിറ്റിസത്തിന്റെ ഒരു വലിയ അതിപ്രസരം ലോകമെങ്ങും കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. സ്പിരിറ്റിസത്തിന്റെ അതിപ്രസരം. ഇന്ന് പകൽ നടന്ന യോഗത്തിൽ ഞാൻ പറയുകയുണ്ടായിരുന്നു, ചില സർവേകൾ നടത്തിയതനുസരിച്ച് ജർമ്മനിയിലുള്ള 70% ആളുകൾക്ക് ഒക്കൾട്ട് പ്രാക്ടീസസുമായി ബന്ധമുണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അത് യൂറോപ്പിന്റെ പൊതുവായ ഒരു ചിത്രമാണ്. ലോകമെമ്പാടുമുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് വ്യവസായികൾ ഒക്കൾട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ സ്ഥിരമായി കൺസൾട്ട് ചെയ്യുന്നുണ്ടെന്ന് അവരുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട്. നോക്കണേ, ആ നിലയിലേക്ക് ദൈവമക്കളുടെ ഇടയിൽ പോലും ഈ സ്പിരിറ്റിസത്തിന്റെ സ്വാധീനം കടന്നു വന്നിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് മറക്കരുത്. അതായത് വചനത്തിന്റെ പരിധിക്ക് പുറത്തും പരിശുദ്ധാത്മ പ്രവർത്തിക്കും എന്ന വ്യാജം പരത്തി, അത് വ്യാജമാണ്, അത് പരത്തി സ്പിരിറ്റിസത്തിന് വക്കാലത്ത് പിടിക്കാൻ ദൈവവചനത്തെ വളച്ചു കളയുന്ന, തെറ്റായ വ്യാഖ്യാനം തിരുവെഴുത്തിന് കൊടുക്കുന്ന ഒരു വല്ലാത്ത പ്രവണത ക്രൈസ്തവ സമൂഹത്തിൽ കടന്നു വന്നിരിക്കുന്ന കാലം. സ്തോത്രം. ഒരു കാര്യം മറക്കരുത്, ദൈവം വിശ്വസ്തനാണ്, വചനം പൂർണ്ണമാണ്, പരിശുദ്ധാത്മാവ് ഒരിക്കലും വചനത്തിന് പുറത്ത് പ്രവർത്തിക്കുകയില്ല. അത് മനസ്സിൽ അടിവരയിട്ട് കൊള്ളണേ. മാത്രമല്ല, വിശ്വാസത്തിനു വേണ്ടിയായിരിക്കണം നമ്മൾ പോരാടേണ്ടത് ആവശ്യം വരുന്നത് എതിർ ശക്തികൾ ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം. പിന്നെയും ഉദാഹരണങ്ങളിൽ പറഞ്ഞു വരുമ്പോൾ അവരുടെ സ്വഭാവത്തെ ഇങ്ങനെ വിശദീകരിച്ചു വരുന്ന കൂട്ടത്തിൽ ഈ സ്പിരിറ്റിസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് അല്പം വാക്കുകൾ പറഞ്ഞു. നമ്മുടെ ഇടയിലും ഈ ഒരു കാർമ്മികമായ ഒരു പ്രത്യേകമായ നടപടികളാണ് നമ്മുടെ ഇടയിൽ പൊതുവെ ഇപ്പൊ കണ്ടുവരുന്നത്. കാര്യങ്ങളൊക്കെ കാർമ്മികമായ ചില കാര്യങ്ങളിലേക്ക് അങ്ങ് പോവുകയാണ്. എന്നൊക്കെ പറഞ്ഞാൽ മന്ത്രവാദികളൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ ആത്മീയ ശുശ്രൂഷ എന്ന നിലയിൽ സഭകളിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. സ്തോത്രം. പകലത്തെ ക്ലാസ്സിൽ ഞാനത് അല്പം വിശദീകരിച്ചിരുന്നു. പല ഈ ദിവസങ്ങളൊക്കെ ഞാനത് പറയാനായിട്ട് ഉത്സാഹിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം നമ്മൾ മറക്കരുത്, ശുശ്രൂഷ, ആത്മിക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ പരിധിക്കകത്ത് തന്നെ ആയിരിക്കണം, പുറത്ത് പോകാൻ പാടില്ല. വൈകാരിക മണ്ഡലത്തിന് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് വചനത്തെ തള്ളുന്ന സാഹചര്യം നമ്മുടെ ഇടയിൽ അനുവദിക്കാൻ പാടില്ല. സ്തോത്രം. അതൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ പൊതുവായി ചിന്തിക്കുവാൻ കഴിഞ്ഞല്ലോ. ആർക്കെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ എവിടെ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. ഞങ്ങളിങ്ങനെ പലപ്പോഴും ഇപ്പൊ 2 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ വന്നു. ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ദൈവമക്കളുടെ ആത്മീയ നിലവാരം എവിടെയാണെന്നുള്ളത് ചിലപ്പോൾ അറിയാൻ കഴിയാതെ പോകുമെന്നുള്ളത് കൊണ്ടാണ് we encourage you to respond so that we may know where you are and we may be able to do a more meaningful and useful ministry to you. So feel free to do that. Well, let me continue. മാത്രമല്ല, പിന്നെയും ഈ സാഹചര്യത്തെ വിശദീകരിക്കാനായി 3 പേരുടെ കാര്യം പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ഒന്ന്, അവർ കായീന്റെ വഴിയിൽ നടക്കുന്നവരാ. പിന്നെ കൈയുടെ വഴി നടക്കുന്നു എന്നുള്ളത് ഞാൻ വിശദീകരിച്ചിരുന്നല്ലോ, കൈയുടെ പ്രവൃത്തി കൊണ്ട് കാര്യം സാധിക്കാൻ. 2, ബിലയാമിന്റെ വഞ്ചനയിൽ കുടുങ്ങുന്നവർ. നോക്കണേ, പ്രശ്ന ദക്ഷിണയുമായി ചെന്ന് കണ്ട് ഭൗമിക വിഷയങ്ങളിലുള്ള ഗൈഡൻസ് ചോദിച്ചിരുന്ന ഒരു ആളായിരുന്നു ബിലയാം. ആളുകൾ പ്രശ്ന ദക്ഷിണയും കൊണ്ട് ചെല്ലണം. ദൈവം ചില വെളിപ്പാടൊക്കെ കൊടുത്തത് പിന്നെ അതിനെ വേറൊരു നിലയിലേക്ക് മാറ്റിക്കളഞ്ഞു. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ. നമ്മുടെ ഇടയിൽ ഈ നിലയിൽ വരിക, ഓരോ ദൈവഹിതം അറിയാൻ ചിലയിടത്ത് പോയി ദക്ഷിണ കൊടുത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്ന രീതി ദൈവമക്കളുടെ ഇടയിൽ
വളരെ പ്രചാരത്തിലായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളത് വളരെ സൂക്ഷിക്കണം. ബിലിയാമിന്റെ വഴിയിൽ നടക്കുന്നവർ വലിയ ആഗ്രഹമൊക്കെ കാണിച്ചു, ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാ പറഞ്ഞത്. പക്ഷേ ബിലിയാമിനെ വാൾ കൊണ്ട് കൊന്നു. ഇസ്രായേൽ മക്കൾ ആക്രമിച്ചപ്പോൾ ബിലിയാമിനെ വാൾ കൊണ്ട് കൊന്നു. സ്തോത്രം. നിർബന്ധിച്ചു പോയയാള്. അതെ. 3, കോരഹിന്റെ മത്സരം. സ്തോത്രം. തന്നെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞ് കോരഹ് മത്സരിച്ചു. അതുപോലെ മത്സരിക്കുന്നവർ തങ്ങളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനാണ് ഇന്ന് ആളുകൾക്ക് കൂടുതൽ താല്പര്യം. ആത്മീക ശുശ്രൂഷയിൽ കർത്താവിന്റെ ദാസൻ എന്ന നിലയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നുള്ളത് മറന്നു പോകരുത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെയോ ക്രിസ്തു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ. ഓർത്തു നോക്കി, ശുശ്രൂഷകർ സഭയുടെ മേൽ ഭരണം നടത്തുന്നവർ എന്നതിനേക്കാൾ സഭയെ ശുശ്രൂഷിക്കുന്നവരാണ്. സ്തോത്രം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അരയിൽ തുവർത്തും ചുറ്റി പാത്രത്തിൽ വെള്ളം പകർന്നു നിൽക്കുകയാണ് ഞാൻ ശുശ്രൂഷിക്കാൻ നിൽക്കുകയാണ്. അതേ മനോഭാവമായിരിക്കണം നമുക്ക്. മത്സരത്തിൽ വരരുത്. കോരഹിന്റെ മത്സരം, തങ്ങളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രവണത. ഒരു കാരണവശാലും യാതൊരു ആത്മീക ശുശ്രൂഷ ചെയ്യുന്നവർക്കും ആ പ്രവണത ഉണ്ടാകാൻ പാടില്ല. അത് ദൈവകോപം ഉളവാക്കുന്നതാണ്. കോരഹൊക്കെ ഭൂമി പിളർന്ന് വിഴുങ്ങിപ്പോയി. കൃപായുഗമായതുകൊണ്ട് നമ്മുടെ പല സഭാഹോളുകളും പള്ളികളും പിളരുന്നില്ല, കൺവെൻഷൻ വേദികളും പിളരുന്നില്ല. പക്ഷേ ദൈവം കണക്കുകൂട്ടിയിട്ടുണ്ട്, കോപം ചരതിച്ച് വയ്ക്കുന്നു. മുമ്പോട്ട് പൊക്കോട്ടെ. കോരഹിന്റെ മത്സരത്തിച്ചു പോവുകയും ചെയ്യുന്നു. ഇവർ, അതിനടുത്ത വിശദീകരണം പറയുന്ന നോക്കി, ഇവരെയൊക്കെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നാ, ഇവർ നിങ്ങളുടെ സ്നേഹസന്ധ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ, സദാകാലത്തേക്ക് അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. ഇത്രയും കാര്യങ്ങൾ, ഇത് ഓരോന്നും ദീർഘമായി വിശദീകരിക്കാനുള്ളതാണ്. സ്തോത്രം. എങ്കിലും നമുക്ക് ചുരുക്കമായിട്ട് കാണാം, ഒരാത്മീക ശുശ്രൂഷകന്റെ വിശേഷണങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റുള്ള കാര്യങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത് കണ്ടോ, ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകൾ മറഞ്ഞു കിടക്കുന്ന പാറകൾ. സ്നേഹസദ്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൂടുതൽ വ്യാഖ്യാതാക്കൾ പറഞ്ഞിരിക്കുന്നത്, ഈ സഭയുടെ ആദ്യഘട്ടങ്ങളിൽ കർത്തൃ തിരുമേശ എന്ന് പറയുന്നത് അത് ഒരു ലവ് ഫീസ്റ്റിന്റെ ഒടുവിലായിരുന്നു അവർ അത് ആചരിച്ചു പോന്നിരുന്നത്. ഒരുമിച്ച് കൂടുക, ഒരു ലവ് ഫീസ്റ്റ്. ആ ലവ് ഫീസ്റ്റിന്റെ ഒടുവിൽ അവർ ഒരപ്പം മുറിച്ച് അവർ പങ്കിട്ട്, ഒരു പാനപാത്രം പങ്കിട്ട്, അങ്ങനെ ലവ് ഫീസ്റ്റിന്റെ ഒടുവിലായിട്ടാണ് അവർ കർത്തൃമേശ നടത്തിയിരുന്നത്. അപ്പൊ നോക്കണേ, അപ്പൊ സ്നേഹസദ്യ എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യുന്ന ഐറ്റം സ്നേഹമായിരുന്നു. സ്നേഹസദ്യകൾ. സ്തോത്രം. ആ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, ഇതാണ് ദുരുപദേശക്കാരുടെ ഗോപ്യമായ ജീവിത രീതിയാണ് അവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നേരിട്ടവരൊന്നും വെളിപ്പെടുകയില്ല. ദുരുപദേശക്കാരാണെന്ന് പെട്ടെന്ന് അറിയത്തുമില്ല. ഒടുവിലെ നമുക്കറിയത്തുള്ളൂ. കാര്യം ഇവർ മറഞ്ഞു കിടക്കുന്ന പാറകളാണ് സ്നേഹസദ്യകളിൽ. 1-2 വാക്കുകൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ, ഈ സ്നേഹസദ്യയെക്കുറിച്ച്, അത് കർത്തൃതിരുമേശയെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം. കർത്തൃതിരുമേശ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിലും സംസ്കാരത്തിലും പുനരുത്ഥാനത്തിലും ഒരു ദൈവവൈതൽ പങ്കാളിയാകുന്നതിനുള്ള 2 ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് നിയമിച്ചിട്ടുണ്ട്. ഒന്ന് സ്നാനവും, രണ്ടാമത്തത് കർത്തൃതിരുമേശയുമാണ്. ഇത് രണ്ടും കർത്താവിന്റെ തകർക്കപ്പെട്ട ശരീരത്തിലും ചിന്തപ്പെട്ട രക്തത്തിലും നമുക്കുള്ള പങ്കിനെ വിളിച്ചറിയിക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷകളാണ്. സ്തോത്രം. ഒന്ന് ഒരിക്കലായിട്ട് ചെയ്യേണ്ടതും, 2 ജീവിതത്തിൽ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടതുമാണ്.
ഇതുപോലെ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ 2 മരണങ്ങളുണ്ട് ഈ ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ. ഒന്ന് ലീഗൽ ഡെത്ത്, 2 മോറൽ ഡെത്ത് എന്ന് പറയാം. എന്താണ് ലീഗൽ ഡെത്ത്? യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാകുവാനുള്ള ആ സമ്പൂർണ്ണ വിശ്വാസവും സമർപ്പണവും ഉണ്ടാകുമ്പോൾ കർത്താവിന്റെ മരണത്തിൽ പങ്കാളിയാകാൻ ഏൽപ്പിക്കപ്പെട്ടവൻ ഒരിക്കലായിട്ട് സ്നാനത്തിൽ ആ മരണത്തിൽ പങ്കാളിയാകുന്ന അതൊരു ലീഗൽ ഡെത്താണ്. ലീഗൽ ഡെത്ത് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഒരുവൻ അനുഷ്ഠിക്കേണ്ടതാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, ദൈവവചനത്തിന്റെ പ്രമാണമാണ്. സ്തോത്രം. ഇവിടെ ഒരു മുനിസിപ്പൽ കോടതി ഒരു വിധി പറഞ്ഞാൽ മേളിലൊരു കോടതി മാറ്റുന്നില്ലെങ്കിൽ നടപ്പാക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കോടതി പാപിയുടെ മേൽ മരണം വിധിച്ചിരിക്കെ അത് മാറ്റാൻ ദൈവകോടതിക്ക് മീതെ ഒരു കോടതിയില്ല. അത് നടപ്പാക്കണം. അപ്പോൾ ദൈവത്തിന്റെ നീതി, ആ വിധി നമ്മുടെ മേൽ പാസ്സായിരിക്കെ ദൈവം അവനെ ആ വിധിയിൽ നിന്ന്, ആ ശിക്ഷയിൽ നിന്ന് കണ്ണടച്ചങ്ങ് മാറ്റിയാൽ, എന്റെ കുഞ്ഞ ഞാനങ്ങ് മാറ്റുക എന്ന് പറഞ്ഞാൽ ദൈവം നീതിമാനല്ല എന്ന് വരും. സ്തോത്രം. ദൈവം ഒരിക്കലും അത് ചെയ്യുകയില്ല. ആ നിയമിക്കപ്പെട്ട വിധി അവന്റെ മേൽ നിവർത്തിക്കുമ്പോൾ തന്നെ അവനെ അതിന്റെ തിക്താനുഭവത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് അവന് പകരം മശിഹ മരിച്ച് ആ നീതി നിവർത്തിച്ചു. ആ നീതി നിവർത്തിച്ചിട്ട് ഇതാ ഞാൻ നിവർത്തിച്ച നീതി സ്തോത്രം നിനക്ക് വേണ്ടിയാണെന്നും എന്റെ മരണം നിന്റെ മരണമെന്നും അംഗീകരിക്കുക എന്ന് പറഞ്ഞ് സ്തോത്രം ആ മരണത്തിൽ പങ്കാളിയാകാൻ വെച്ചിരിക്കുന്ന വ്യവസ്ഥ, അതിൽ ഒരു ദൈവനീതി നിവർത്തിക്കപ്പെടുന്ന ഒരു ലീഗൽ ഫുൾഫിൽമെന്റ് ഉണ്ട്. സ്തോത്രം. നിയമാനുസൃതമായ ഒരു നിവൃത്തീകരണമുണ്ട്. ലീഗൽ ഡെത്ത് എന്നതിന് പറയാം. സ്തോത്രം. രണ്ടാമത്തത് മോറൽ ഡെത്ത്. അനുദിന ജീവിതത്തിൽ നാം ക്രിസ്തുവിന്റെ മരണം നമ്മുടെ ശരീരത്തിൽ വഹിക്കണം. പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിച്ചുകൊണ്ടേയിരിക്കണം. എന്നും ആ മരണവും ആ ജീവനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. അപ്പോൾ ഒന്ന് ഒരിക്കലായിട്ട് ചെയ്യേണ്ടത് സ്തോത്രം അത് സ്നാനം. സ്നാനം പ്രതിനിധീകരിക്കുന്നു. സ്നാനം എന്ന് പറയുമ്പോൾ സ്നാനം അതിന്റെ ബാഹ്യമായ തെളിവായി നിൽക്കുന്നു. 2 മോറൽ ഡെത്ത്. അത് അനുദിന ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കേണ്ടതാണ്, കർത്താവിന്റെ വരവ് വരെയും അല്ലെങ്കിൽ മരണം വരെയും. അതുപോലെ സ്തോത്രം ഈ രണ്ടാമത്തെ മരണത്തിൽ പങ്കാളിയാകുന്ന ശുശ്രൂഷയായ കർത്തൃതിരുമേശ സ്തോത്രം നാം ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. സ്തോത്രം. അതിൽ കൂട്ടായ്മയാണ്. ഒരപ്പത്തിൽ നിന്ന് മുറിച്ച് ഭക്ഷിക്കുകയും ഒരു പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോൾ അത് കൂട്ടായ്മയാണ് കാണിക്കുന്നത്. സ്തോത്രം. നാം കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ അവിടെ 1 കൊരിന്തി 11 അധ്യായത്തിൽ 23 മുതലുള്ള ഭാഗത്ത് ഇതിനെക്കുറിച്ചുള്ള ഉപദേശം പൗലോസ്ലീഹ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ. അപ്പോൾ എന്താ ഈ ശരീരം എന്നുള്ളത് ചില ആളുകളുടെയൊക്കെ ഇടയിൽ ചോദ്യമാണ്. ഒരിക്കലും സന്ദർഭത്തിൽ നിന്ന് നമ്മൾ വാക്യത്തെ പറിക്കരുത്. ആ സന്ദർഭം പരിശോധിച്ചാൽ തന്നെ നമുക്ക് ക്രിസ്തുവിന്റെ മാർമിക ശരീരമായ സഭയെ അവിടെ സൂചിപ്പിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാകുന്നു. അപ്പോൾ തിന്നുകയും കുടിക്കുകയും ചെയ്ത് ശരീരത്തെ വിവേചിക്കണം. അല്പം കൂടെ ഒന്ന് വിശദീകരണം പറയാം, കേൾക്കണേ. നമുക്കറിയാമല്ലോ ഈ ലേഖനം ഇത് കൊയിനെ ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്നത്. കൊയിനെ ഗ്രീക്കിൽ എഴുതിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്നിനെ കുറിക്കാനുണ്ട്, 2നെ കുറിക്കാനുണ്ട്, 2-ലധികത്തെ കുറിക്കാനുമുണ്ട്. ആ വിവേചിക്കുക എന്നതിന് സ്തോത്രം 3 അതിലധികത്തെ കുറിക്കുന്ന സൂചനയാണുള്ളത്. അപ്പോൾ വേദ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: 3 നിലയിലുള്ള ഒരു പരിശോധന അവിടെ ഉണ്ടാകണം. 3-pronged വെരിഫിക്കേഷൻ. ഏതാ 3 നിലയിലുള്ള? ഒന്ന്, അവനവന്റെ ശരീരത്തെ, അവനവന്റെ ജീവിതത്തെ am I clean enough to partake in this holy sacrament, if we can call it so? ഇതിൽ പങ്കെടുക്കാൻ എനിക്കുള്ള യോഗ്യതയുണ്ടോ? അത് വെറും ശാരീരിക യോഗ്യത എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ക്ലെൻലിനെസ് അല്ല, ആന്തരിക വിശുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ ക്ലെൻലിനെസ് അല്ല. സ്തോത്രം. ഞാൻ ഒരിക്കൽ കർത്തമേശ ഇങ്ങനെ കൊടുക്കുമ്പോൾ
ഒരു പ്രിയപ്പെട്ട ദൈവദാസൻ കർത്തമേശിൽ പങ്കെടുത്തില്ല. അത് നമ്മളുടെ വിശുദ്ധനായി ജീവിക്കുന്ന ദൈവദാസനാണ്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞപ്പോൾ യോഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, പാടിത കമ്മ്യൂണിയൻ. പിന്നെ അദ്ദേഹം പറഞ്ഞു, ആ ദൈവദാസനെ രാവിലെ പൈപ്പിൽ വെള്ളം വന്നില്ല, അതുകൊണ്ട് എനിക്ക് കുളിക്കാൻ കഴിഞ്ഞില്ല. കുളിക്കാതെ എങ്ങനെയാ ഇതിൽ പങ്കെടുക്കുന്നത്? കാരണം അദ്ദേഹം ഫിസിക്കൽ ക്ലെൻലിനെസ് ആണ്. ഞാൻ പറഞ്ഞു, എന്റെ ചാങ്ങനല്ല, ഇറ്റ്സ് നോട്ട് ഫിസിക്കൽ ക്ലെൻ. ഗോഡ് അണ്ടർസ്റ്റാൻഡ്സ് അല്ലേ? ഫിസിക്കൽ ക്ലെൻലിനെസ് അല്ല, മീൻസ് ആന്തരികമായ ഇന്റേണൽ ക്ലെൻലിനെസ് ആണ് അവിടെ പ്രധാനം. അപ്പോൾ ശരീരത്തെ വിവരിക്കാന്ന് പറയുമ്പോൾ അത് ഓർത്തുകൊള്ളണം. 2, ഇതെന്താണെന്ന് ഓർക്കണം. ഇത് കർത്താവിന്റെ തകർക്കപ്പെട്ട ശരീരത്തിന്റെ ഓർമ്മയാണ്. വസ്തുവിന് മാറ്റമില്ല, പക്ഷെ അത് ഓർമ്മയാണ്. ഇറ്റ്സ് എ മെമ്മോറിയൽ മീൽ. 3, സഭയാം ശരീരത്തെ ഓർക്കണം. സ്തോത്രം. ഇത് ദൈവസഭയ്ക്കായി നിയമിക്കപ്പെട്ടതാണ്. തൊട്ട് അടുത്ത് ഇരിക്കുന്ന ആൾ നമുക്ക് മറ്റുള്ളവരെ വിവരിക്കാൻ പ്രമാണമില്ലെങ്കിലും ഉപദേശത്തിലും സ്തോത്രം ജീവിതത്തിലും തെറ്റിപ്പോയവരുമായി നമുക്ക് കൂട്ടായ്മ ഇല്ല. സ്തോത്രം. ഒരിക്കലും ദൈവം അതിനെ അനുവദിച്ചിട്ടില്ല. 3 pronged വെരിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുവാൻ നമ്മൾ ഉത്സാഹിക്കേണ്ടതാണ്. സ്തോത്രം. മറ്റുള്ളവരെ വിമർശിക്കാനായിട്ട് നമുക്ക് പ്രമാണം ഇല്ല. സ്തോത്രം. 1ാമത് ഉപദേശവും സ്തോത്രം, അതോടൊപ്പം ജീവിതവും. സ്തോത്രം. എന്റെ കൂട്ടു സഹോദരൻ ഞാൻ ഇടർച്ചയാകാൻ പാടില്ല. സ്തോത്രം. എന്നുള്ള നിലയിൽ വളരെ ഇത് സ്നേഹസദ്യ എന്ന് പറഞ്ഞാൽ സ്നേഹസദ്യ തന്നെയായിരിക്കണം. സ്നേഹത്തിന്റെ ബന്ധം നമുക്ക് ഒരുമിച്ചുണ്ടായിരിക്കണം. ഇപ്പൊ പലരും പറയുന്നത്, അവനവനെ നോക്കുകയും ചെയ്ത് കർത്താവിന്റെ മേശയാണെന്ന് ഓർത്തങ്ങ് നിന്നയിച്ചാൽ മതി എന്നാണ്. അതുപോരാ. കർത്താവിന്റെ മേശയാണെന്ന് ഓർക്കുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനം. അത് ഓർക്കുമ്പോൾ അതിനോട് സ്തോത്രം. Is this conducted in a worthy manner? സ്തോത്രം. All these 3 pronged verification സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. സ്നേഹസാധ്യം. പക്ഷെ അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന നോക്കണേ, ദുരുപദേശങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പരസ്യമായിട്ടൊന്നും പറയത്തില്ല. എവിടെ ചെന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നേ. സ്തോത്രം. ഇങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ, മീനിനെ കാണുമ്പോൾ വാല് ഉയർത്തി കാണും, പാമ്പിനെ കാണിക്കുമ്പോൾ തല ഉയർത്തി കാണിക്കും. പാമ്പിന്റെ കൂട്ടം ചെല്ലുമ്പോൾ അത് ഒരു വിശുദ്ധന് യോഗ്യം അല്ല. അതൊരു വിശുദ്ധന് യോഗ്യമല്ല. സ്തോത്രം. പ്രിസർവ് യുവർ ഐഡന്റിറ്റി, നോ 2 faces. സ്തോത്രം. ഇരട്ട മുഖങ്ങൾ നമുക്കുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ളവരുണ്ട്. അത് മറഞ്ഞു കിടക്കുന്ന പാറകളാ, തട്ടി വീഴും. പാറ മറഞ്ഞു കിടക്കുന്നത് ഭയങ്കര അപകടമാണ്. സ്തോത്രം. നോക്കണേ, അടുത്തത് മറഞ്ഞു കിടക്കുന്ന പാറകൾ. നിങ്ങളോട് വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ. നിങ്ങളുടെ കൂടെ വിരുന്ന് കഴിയുന്നത്, പക്ഷേ നിങ്ങളെ തന്നെ തിന്നാൻ സ്വയം നശിക്കാൻ കാരണമാകും. അതാ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, സ്വയം നശിക്കുക. So they are on a course of self-destruction, and those who are with him, those who are with them, those who are associated with them, they too are led into self-destruction. അത് മറക്കരുത്. സ്തോത്രം. അതെ. അടുത്തത് ഭയം. കാറ്റ്. ഇത് ഭയമില്ല, ദൈവഭയമില്ല. അതാ പ്രശ്നം. ഇവിടെ ഞാൻ അധികം വിശദീകരിക്കേണ്ടത്. കാറ്റ് കൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘം. ഇവരുടെ ഈ അപ്പസ്റ്റേറ്റ്സിന്റെ ദുരുപദേശം അല്ലെങ്കിൽ വിശ്വാസത്യാഗത്തിലേക്ക് സഭയെ നയിക്കുന്ന ആ എലമെന്റ്സിന്റെ ആ ഘടകങ്ങളുടെ പ്രകൃതമാ സ്വഭാവമാണ് വിശദീകരിക്കുന്നത്. കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. സ്തോത്രം. ഉപദേശത്തിന് നാനാകാറ്റിനാൽ അവര് അലഞ്ഞുവിടുന്നത്. എങ്ങനെയുണ്ടോ അങ്ങോട്ടങ്ങ് പോകും, പക്ഷെ വെള്ളമില്ല. മേഘമുണ്ട്, പക്ഷെ വെള്ളമില്ല. ഒരു പ്രയോജനമില്ല. ഞാൻ അല്പം കൂടെ കഴിയുമ്പോൾ അല്പം കൂടെ വിശദീകരിക്കാം. സ്തോത്രം. ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. സ്തോത്രം. ഇത് യഥാർത്ഥ ഒരു ദൈവവൈതലും ഒരാത്മിക ശുശ്രൂഷകനും ആരായിരിക്കണം എന്ന് തിരുവെഴുത്ത് പറഞ്ഞിട്ടുണ്ടോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഇത് കണ്ടില്ലേ? മറഞ്ഞു കിടക്കുന്ന പാറകൾ അവരായിരിക്കുമ്പോൾ നമ്മൾ ആരാന്നറിയാമോ? നമ്മൾ ജീവനുള്ള കല്ലുകളാണ്. നമ്മൾ ജീവനുള്ള കല്ലുകൾ. കർത്താവിനോട് ബന്ധപ്പെട്ട് കർത്താവിന്റെ ജീവനെന്ന് ജീവൻ പ്രാപിച്ച് സഭയാം സൗധത്തോട് ചേർത്ത് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവനുള്ള കല്ലുകളാണ്. സ്തോത്രം. സമൂഹത്തിന് മുമ്പിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നവരാ, മറഞ്ഞു കിടക്കുന്നവരല്ല. സ്തോത്രം. We should be such people that people can trust us.
മറ്റുള്ളവർക്ക് നമ്മളെ വിശ്വസിക്കാൻ കഴിയുന്ന നിലയിലുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കണം. സ്തോത്രം. അറിയാമല്ലോ, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റീസ് ഉള്ളവരാകരുത്. സ്തോത്രം. നമ്മള് ദൈവ മുമ്പാകെ എങ്ങനെയോ മനുഷ്യന്റെ മുമ്പാകെയും അങ്ങനെ. സ്തോത്രം. ഒരു തുറന്ന ജീവിതമുള്ളവർ. സ്തോത്രം. എന്റെ കൂടെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. അതാ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതാ നമ്മൾ ജീവനുള്ള കല്ലുകൾ സഭയാംസത്തോട് ചേർത്ത് പണിഞ്ഞ് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവനെ സദ്ഗുണങ്ങളെ ഘോഷിച്ചുകൊണ്ടിരിക്കുന്നവർ. വി ഷൈൻ ഫോർത്ത് ഇൻ ദ വേൾഡ്. ലോകത്തിൽ നമ്മൾ പ്രകാശമായി ശോഭിക്കുന്നവരാണ്. സ്തോത്രം. നാം കർത്താവിന് വേണ്ടി പരസ്യമായി നിൽക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കപ്പെട്ടവരാണ്. സ്തോത്രം. നോക്കണേ, തണ്ടിന്മേലിരിക്കുന്നതല്ല, മാലമേലിരിക്കുന്ന പട്ടണം പോലെയും തണ്ടിന്മേൽ കൊളുത്തപ്പെട്ട ദീപം പോലെയുമാണ്. മീൻസ് പറയ്ക്കകത്ത് ബുഷലിനടിയിൽ മറച്ചു വെച്ചിരിക്കുന്ന വിളക്കല്ല. സ്തോത്രം. കിടക്കയിലെ കീഴിയിരിക്കുന്നതല്ല, പിന്നെ തണ്ടിന്മേൽ കൊളുത്തപ്പെട്ടത്. ഇവരാണെങ്കിൽ മറഞ്ഞു കിടക്കുന്നവരാണ്. ഇവരുടെ പല ശുശ്രൂഷകളും ഗോപ്യമാണ്. ഗോപ്യം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അവരുടെ റിയൽ നേച്ചർ മറച്ചു വെക്കാൻ പലതും അവര് പുറമെ വീലിംഗ് ആയിട്ട് മറയ്ക്കാനായിട്ട് അവർ ഉപയോഗിക്കും. സ്തോത്രം. ജനത്തിന്റെ ഇടയിൽ ശുശ്രൂഷിക്കയില്ല. ഒന്നുകൂടെ കേൾക്കണേ, എന്റെ കൂടെ വരണേ. ജനത്തിന്റെ ഇടയിൽ ശുശ്രൂഷിക്കയില്ല. ഞാൻ സാധാരണ പരസ്യവും കഴിഞ്ഞാലും ദൈവവചനം പ്രസംഗിക്കാൻ എനിക്ക് അവസരമുണ്ടെങ്കിൽ വിശേഷാലും പ്രസംഗിച്ച് കഴിഞ്ഞാൽ ഉടനെ അവിടെ റോഡ് സൈഡിലപ്പോൾ അത് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, കയ്യിൽ കൊണ്ട് കൊടുത്ത് ബീഡിയും വലിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. ഐ മേക്ക് എ പോയിന്റ് ദാറ്റ് ഐ ജസ്റ്റ് ജോയിൻ ദം ആൻഡ് ടോക്ക് ടു ദം. ഞാൻ അവരുടെ കൂടെ ചെന്നു, ഏട്ടാ പറഞ്ഞ മനസ്സിലായിരുന്നോ? മനസ്സിലായെന്ന് പറയുന്നുണ്ട്. അത് ചില പറയും, അതെ നിങ്ങൾ പറഞ്ഞതിനകത്ത് നിൽക്കുന്നുണ്ട്, കാര്യം അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറയും. അവിടെ തീർച്ചയായിട്ടും പിന്നെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ അവസരമുണ്ട്. കൺവെൻഷൻ കഴിഞ്ഞാലും ഐ ജസ്റ്റ് ട്രൈ ടു മിങ്കിൾ വിത്ത് ദ പീപ്പിൾ. സ്തോത്രം. ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലും. സ്തോത്രം. നോക്കണേ, യോഗത്തിന് കുറച്ച് നേരത്തെ വന്ന് ജനങ്ങളുടെ ഇടയിലിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സ്തോത്രം. ആളുകളുടെ ഇടയിൽ ഇരുന്നിട്ട് പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ അടുത്തിരിക്കുന്ന ആളിന് മനസ്സിലായില്ലേ, ഒരുപാട് അറിയാത്ത ആളായിരിക്കും അടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാട്ട് കേൾക്കാൻ വന്നിരുന്നു, പാട്ടിനെ കുറിച്ച് വഴിയെ പോയപ്പോൾ പാട്ട് കേട്ടു വന്നു, കൂടിയിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ചെന്നിരുന്നു, വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, പാട്ടിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പാട്ട് കഴിഞ്ഞപ്പോൾ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ഞാനാണ് പ്രസംഗിക്കുന്നത് ചെല്ലട്ടെന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോയപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണോ പ്രസംഗിക്കുന്നത്, എന്നാ കേട്ട് കളയാം എന്ന് പറഞ്ഞ് ഇവിടെ കരിമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂളിന്റെ മുറ്റത്ത് നടന്ന ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൺവെൻഷനിൽ നടന്ന സമയം ഞാൻ ഒരു പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെ അനേക സംഭവങ്ങൾ അനുഭവങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. എന്നാ ഇച്ചിരി നേരം കേട്ടിട്ട് പോകാം എന്ന് കരുതിയിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വന്ന് അദ്ദേഹത്തെ യോഗം കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് തന്നെ സമർപ്പിക്കുവാനും ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവമെതിരായി കർത്താവ് അദ്ദേഹത്തെ നിർത്തുവാനും വേണ്ടിയായി. യേശുക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് ഒറ്റിക്കൊടുക്കേണ്ടി വന്നത്? Because he was moving with the disciples. അവർ ശിഷ്യന്മാരെ കൂടെ നടക്കുന്നുണ്ട്. അതിനകത്തെ ആരാന്ന് തിരിച്ചറിയാൻ വേറെ ഒരു രീതിയിലും കഴിയില്ലായിരുന്നു. Somebody should betray, otherwise they may mistake the identity. ശുശ്രൂഷകൻ എങ്ങനെ? He should be with the people. എന്റെ കൂടെ ഉണ്ടോ? യേശു ക്രിസ്തു തന്നെ കർത്താവ് പറഞ്ഞ എന്താ? കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ ജനത്തെ പറഞ്ഞയക്കുന്നു. യോഗം കഴിഞ്ഞാൽ പിന്നെ ജനത്തെ പറഞ്ഞയക്കുക. സ്തോത്രം. ജനവുമായ ഒരു ഇന്ററാക്ഷൻ. സ്തോത്രം. അങ്ങനെ വേണം. താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നെയും കൂടുതൽ കാര്യങ്ങൾ കാണാൻ കഴിയും. സ്തോത്രം. എന്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ, ഞാൻ പറയും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വീലിട്ടോണ്ട്, മീൻസ് വീലിട്ടോണ്ടെന്ന് പറഞ്ഞാൽ ഒരു മറ പിടിച്ചോണ്ട്, മറയ്ക്ക് വിരൽ നിൽക്കുന്നതല്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കി തരാം. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടെ പറയാം, ഉദാഹരണമല്ല അനുഭവം കൂടെ പറയാം. ചില നാൾക്ക് മുമ്പ് പെരുമ്പാവൂർ ഒരു സ്കൂളുണ്ട്. സ്കൂളിന്റെ മുകളിലത്തെ കൺവെൻഷൻ, വലിയൊരു കൺവെൻഷൻ നടക്കുമ്പോൾ ലാസ്റ്റ് ഡേയിലാണ് ഞാനിവിടെ എത്തി. ചില നേരത്തെ എത്തിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നേരത്തെ ആണല്ലോ, ആ ഒരു വീട്ടിൽ കൂടെ എന്നെ വിശ്രമിക്കാൻ കൊണ്ടാക്കി. അടുത്ത് തന്നെയുള്ളൊരു വീടാണ്. ഞാനവിടെ വിശ്രമിക്കുമ്പോൾ പറഞ്ഞു, ഒരു വണ്ടി വരും, അന്നേരം വന്നിച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് 6:45, 6:50, 7 മണിയാകുന്നു. 7 കഴിയുമ്പോൾ തന്നെ പ്രസംഗം തുടങ്ങണമെന്നാണ് പറഞ്ഞേക്കുന്നത്.
ഞാൻ അത് വിഷം, ഞാൻ നടന്നു പോട്ടെ, പോകല്ലേ അപ്പം വണ്ടി വരും. 7 മണി എന്ന് പറഞ്ഞപ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ ജീപ്പ് came and halted at the gate. I was asked to get inside. ഞാൻ എന്നെ ഫ്രണ്ടിൽ ഡ്രൈവർ എടുത്തോട്ട് ഞാൻ കയറിയിരുന്നു. വേറൊരു സഹോദരന്റെ ഇടത്തുവശത്ത് കയറിയിരുന്നു. പുറകിൽ നിറയെ ആൾ കയറി, വണ്ടി വിട്ടുപോയി. 3-4 മിനിറ്റ് കൊണ്ട് വേഗം ഈ കോമ്പൗണ്ടിലെത്തി. അങ്ങോട്ട് കയറി, ഗേറ്റ് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി നിന്നു. പുറകിലുള്ളവരെല്ലാം ഇറങ്ങി. ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എന്നെ ഇറക്കിയില്ല. ഞാൻ പറഞ്ഞു. വണ്ടി ആ ഗ്രൗണ്ടിനെ ചുറ്റി ഓടി സ്റ്റേജിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. ഞാൻ കാലെടുത്ത് ചവിട്ടിയാൽ സ്റ്റേജിന്റെ പടിയലോട്ടാ ചവിട്ടുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് നിർത്തി. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ അനൗൺസ് ചെയ്യുന്ന കേട്ടാൽ ഞാൻ തന്നെ ആണോ പ്രസംഗിക്കേണ്ടതെന്ന് തോന്നിപ്പോയി. അങ്ങനെ പറയുന്നു, ശരി ഏതായാലും പ്രസംഗിക്കാൻ വിളിച്ചതല്ലേ. ഞാൻ ചെന്നു. പ്രസംഗിക്കാൻ നിന്നപ്പോഴേക്കും മൈക്ക് അതിന്റെ ഓപ്പറേറ്റർ ഓടിക്കല്ല എന്ന് പറഞ്ഞു വലിയൊരു മൈക്രോ കമ്പ്യൂട്ടർ കൺട്രോൾസ് പല ഭയങ്കര മൈക്കുണ്ട്, അത് എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് മതിയല്ലോ. അദ്ദേഹം അതുകൊണ്ടൊന്ന് എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എക്കോ ഓഫ് ചെയ്യുക. കാര്യം ഞാൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഭയങ്കര എക്കോ ഓഫ് ചെയ്യുക. അപ്പോൾ ആളുകൾ എന്നെ നോക്കി, എന്നെ നോക്കി, സംഘാടകരെ നോക്കി. ഓഫ് ചെയ്യാനാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഓഫ് ചെയ്തു. തിരിയുന്നുണ്ടോ എല്ലാവർക്കും തിരിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും തിരിയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞ് ഞാൻ സുവിശേഷം പ്രസംഗിച്ചു. ഇത് കഴിഞ്ഞ് പോകാൻ നേരത്തും ആ ജീപ്പ് അവിടെ കിടപ്പുണ്ട്. അന്നേരം ഞാൻ ചെന്ന് അതേ കയറാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ സ്വഭാവം അല്ല, എനിക്ക് ഒത്തിരി സ്നേഹിതന്മാരാക്കലും ഒരു സൈഡിലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ നടന്നങ്ങ് വന്നോളാം, നിങ്ങൾ വെക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആളുകളുടെ ഇടയിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ നിങ്ങളവിടെ? അതെയാ, ഇന്നലെ വരെ പ്രസംഗിച്ചവരാരും അങ്ങനെ ചെയ്യത്തില്ല. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ പ്രസംഗം തുടങ്ങുന്ന ആ സമയത്ത് സ്റ്റേജിലോട്ട് കൊണ്ടുവന്ന് ഇറക്കിയാകാവും, അത് കഴിയുന്നോടൻ കയറ്റിക്കൊണ്ട് പോകണം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. ജനവുമായി ഇന്ററാക്ട് ചെയ്യാത്തവർ അവർ ശുശ്രൂഷകന്മാരല്ല, മറഞ്ഞു കിടക്കുന്നവരാ. പലപ്പോഴും ഒരു പാറകളാ. സ്നേഹസന്ധിയിലൊക്കെ പങ്കുണ്ട്, പക്ഷെ മറഞ്ഞു കിടക്കുന്ന പാറകൾ. സ്തോത്രം. വിശദീകരണം ആവശ്യപ്പെട്ടാൽ കൂടുതൽ പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ മനസ്സിലായല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, the whole life of the minister should be an open book to the congregation. You can make inquiries about me. എനിക്ക് ഇവിടെ പ്രസംഗിക്കുന്നവരെ ഞാനിപ്പോൾ താമസിക്കുന്ന പള്ളിയിലും ജനിച്ചു വളർന്ന മെഴുവേലിലും നാം പ്രസംഗിക്കാൻ ദൈവം ഇന്ന് വരെ തന്നു, കൃപയാൽ നിർത്തി. You can make inquiries about my precedents. സ്തോത്രം. My life is an open book. സ്തോത്രം. മറഞ്ഞു കിടക്കുന്ന സ്തോത്രം പാറകൾ, അവരാണ് വിശ്വാസത്യാഗത്തിലേക്ക് ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. മുമ്പോട്ട് പോകുന്നു അവര്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആരാന്ന് ഞാൻ പറഞ്ഞല്ലോ, ജീവനുള്ള കല്ലുകൾ. അടുത്തത് കാറ്റ് കൊണ്ടോടുന്ന വെള്ളമില്ലാത്ത. ഇതിന് വെള്ളമില്ല, പക്ഷെ നമ്മൾ ആരാന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 7:37 മുതൽ എന്റെ പൊന്നു കർത്താവ് പറയുമ്പോൾ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ജീവജല നദികൾ ഒഴുക്കിക്കൊടുക്കുന്നവരാണ് യഥാർത്ഥ ദൈവമൈകൾ. സ്തോത്രം. ഇവരോ വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഹൈഫൈങ്, standing in ostentation and giving very high promises but of no effect. High flying. മനസ്സിലാവുന്നുണ്ട്? വെള്ളമില്ല, ഭയങ്കര മേഘം, എന്തൊരു പ്രതീക്ഷ. ഇന്നിപ്പോ എല്ലാം ഇവിടെ ഏതാണ്ട് ആകാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടാൽ നമ്മൾ വിചാരിക്കും ഇന്നിവിടെ ഏതാണ്ടൊക്കെ ആകും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഹോസ്പിറ്റലിൽ നിർബന്ധിച്ച് ഡിസ്ചാർജ് മേടിച്ചുകൊണ്ട് സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് ക്രൂസേഡുകളിൽ വന്നിട്ട് ദയനീയമായി അവരെ തിരിച്ചെടുത്തോണ്ട് പോകുന്നത് കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വേദന എൻ്റെ കൂടെ ഉണ്ടോ? ഗുജറാത്തിൽ നടന്ന സംഭവം തിരിച്ചുകൊണ്ടെന്ന് അഡ്മിറ്റ് ചെയ്യാൻ ചെന്നുകൊണ്ടോ നിർബന്ധിച്ച കൊണ്ടുവരുമെന്ന് പറഞ്ഞ IV
ഏതാണ്ടൊക്കെ ഡിസ്കണക്ട് ചെയ്യിച്ച് നിർബന്ധിച്ച് സ്വന്തം റിസ്കി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ചു കൊണ്ടുപോകുന്ന തിരിച്ച് കൊണ്ടുവന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് വിസമ്മതിച്ചു. ഒടുവിൽ അഡ്മിറ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് പോലീസിൽ ചെന്നു. പോലീസ് കേസായി, ബഹളമായി. അങ്ങനെ അനേക കേസുകൾ ഉണ്ടായപ്പോൾ ഈ പരിപാടി നടത്തിക്കൊണ്ടുന്ന സായിപ്പിനെ വിളിച്ച് പറഞ്ഞിട്ടേ ഒരു കാര്യം പോലീസ് മേധാവി വിളിച്ചു പറഞ്ഞു, നത്തിങ് ഡോയിങ്, ദിസ് ഇസ് നോട്ട് അലൗഡ് ഹിയർ, he can preach and we will give you protection. But no such magic. The government of India is spending a lot of money to release the people from superstitions, and you are again causing the people to get under superstition, and this cannot be allowed here. You are countering the efforts of the government to liberate the people from superstition. So this is no longer allowed. We can, if you give in writing that you will only preach, and no more, അദ്ദേഹം പറഞ്ഞ വാക്ക്, no more magic, then you will be allowed to preach. If not, you make the choice, you can stay in your hotel or fly back. And he chose to fly back. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടേ. നമ്മുടെ മാധ്യമങ്ങളിൽ പിന്നെ സുവിശേഷം പ്രസംഗിക്കാൻ സർക്കാർ അനുവദിച്ചില്ല. വെള്ളമില്ലാത്ത മേഘങ്ങൾ. അപ്പോസ്റ്റസി വളരുന്നത് ഇവിടെയാ. ഈ മേഘങ്ങളുടെ നിഴലിൽ നടക്കുന്നവർ. പക്ഷെ ദൈവവേദന ആരായിരിക്കണം? ജീവജല നദി ഒഴുക്കി കൊടുക്കുന്നവരായിരിക്കണം. സ്തോത്രം. വെറും പൊള്ളയായ വാഗ്ദാനങ്ങളോട് നടക്കുന്നവരല്ല. ഹല്ലേലൂയ. അതാ പൗലോസ് പറയുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാര്യം എന്താ? വിശ്വസിക്കുന്ന ആദ്യം യഹൂദനും പിന്നെ യവനനും. അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. സ്തോത്രം. ആത്മരക്ഷയുടെ കാര്യമാ സുവിശേഷത്തിന്റെ കാതൽ. അത് പറയാം. അത് പറയുന്നവൻ ലജ്ജിക്കണ്ട. ഹൃദയപൂർവ്വം കർത്താവിൽ വിശ്വസിച്ച് സമർപ്പിച്ചവന് പാപക്ഷമയുടെ ഉറപ്പ് പ്രാപിച്ചില്ലെങ്കിൽ, മനസ്സിലാകുന്നുണ്ടേ? സ്തോത്രം. പറയുന്നവന് ലജ്ജിക്കണം. പക്ഷെ ഇന്ന് വരെ അത് പ്രാപിക്കാതെ ആരും ഇരുന്നിട്ടില്ല. വെള്ളമില്ലാത്ത മേഘങ്ങൾ. അടുത്തത്, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. എന്താ ഈ രണ്ടുരു ചത്തു എന്ന് പറയുന്നത്? മേളിൽ തന്നെ എന്റെ വിശീർണം കൊണ്ട്. ഇല കൊഴിഞ്ഞു, അവനിൽ തന്നെ ജീവനില്ല. രണ്ട്, ഫലമില്ല, മറ്റുള്ളവന് ജീവൻ കൊടുക്കുന്നുമില്ല. അവനിൽ തന്നെ ജീവനില്ല, മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നുമില്ല. ഇതാണ് രണ്ടുരു ചത്തു, വേരറ്റു. ക്രിസ്തുവിൽ വേരൂന്നി ആത്മീയവർത്തനം പ്രാപിച്ചു. ഒരു വേള ചിലപ്പോൾ പണ്ട് വേരുണ്ടായിരുന്നു, ക്രിസ്തുവിൽ വേരൂന്നിയിരുന്നു. ഇപ്പൊ വേര് അറ്റുപോയി. കർത്താവുമായുള്ള വ്യക്തിപരമായ ബന്ധവും ആഴമായ കൂട്ടായ്മയുടെ സന്തോഷവും ജീവിതത്തിലില്ല. സ്തോത്രം. വേരൂന്നിയില്ല, വേരൂന്നുന്നില്ല, വേരറ്റുപോയി. വേരറ്റും പോയ വൃക്ഷങ്ങൾ. പക്ഷെ നമ്മൾ ആരാന്നറിയാമോ? ദൈവത്തിന്റെ തോട്ടത്തിൽ നടുതലയായവർ. സ്തോത്രം. മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവ് വൃക്ഷം എന്നപോലെ. സ്തോത്രം. ഹല്ലേലൂയ. കീഴേ വേരൂന്നി മീതേ ഫലം കായ്ക്കുന്നവർ. ഇതൊക്കെയാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. സ്തോത്രം. നാം ദൈവത്തിന്റെ കൃഷി നടുന്നവനും നനയ്ക്കുന്നവനും നമുക്ക് പിന്നിലുണ്ട്. സ്തോത്രം. വളരുമാറാക്കുന്ന ദൈവവും ഉണ്ട്. സ്തോത്രം. നോക്കണേ, ക്രിസ്തുവിൽ വേരൂന്നി, സ്നേഹത്തിൽ വേരൂന്നി, വചനത്തിൽ വേരൂന്നി, സ്തോത്രം, കൂട്ടായ്മയിൽ പരിപോഷിപ്പിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ പോഷണം പ്രാപിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് ഫലം കായ്ച്ച് തങ്ങളിൽ തന്നെ ഇരയുള്ളവരും മറ്റുള്ളവർക്ക് ഫലം കൊടുക്കുന്നവരുമായി നിൽക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, അനുഭവമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്തോത്രം. അതെ. അടുത്തത്, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ. അപ്പോൾ പറഞ്ഞ മറക്കല്ല്, യൂദാ ചുമ്മാ വായി വന്നതൊന്നും വിളിച്ചു പറയല്ല. ഒരു യഥാർത്ഥ ആത്മികന്റെ ചിത്രം എന്തോ അതിന്റെ ഓപ്പോസിറ്റ് ചിത്രം ആണ് ഈ അപ്പോസ്റ്റേറ്റ്സിന്റെ ജീവിതത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. നോക്കണേ, ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവസഭയാകുന്ന മന്ദിരത്തോട് ചേർത്ത് പണിയപ്പെട്ടിരിക്കുന്ന ജീവനുള്ള കല്ലുകൾ ദൈവവേദനായിരിക്കുമ്പോൾ ഇവർ സ്നേഹസത്യകൾ മറഞ്ഞു കിടക്കുന്ന പാറകൾ. സ്തോത്രം. പിന്നെ കണ്ടല്ലോ, ദൈവ പൈതൽ, സ്തോത്രം, ജീവജല നദി ജനങ്ങളിലേക്ക് ഒഴുക്കി കൊടുക്കുന്നവരായിരിക്കുമ്പോൾ ഇവര് വെള്ളമില്ലാത്ത മേഘങ്ങൾ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് പ്രയോജനമുള്ളവരായി നിൽക്കാം. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, അത് മറക്കരുത്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളിൽ തന്നെ ഒന്നുമില്ല, പക്ഷേ ദൈവത്തിൽ നിന്നാൽ. ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ഐ കനോട്ട് കണ്ടെയ്ൻ മച്ച് ബട്ട് ഐ ക്യാൻ ഓവർഫ്ലോ എ ലോട്ട്. മനസ്സിലാവുന്നുണ്ടേ? സ്തോത്രം. ഒരു കൊച്ചു കപ്പ, ഈ കൊച്ചു കപ്പനകത്ത് ഇച്ചിരേ കൊള്ളുകയുള്ളൂ, 200 മില്ലിയേ കൊള്ളുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ? പക്ഷേ ഒരു ജലധാരയിലേക്ക് ആ കപ്പ്, സ്തോത്രം, ചരിഞ്ഞവിടെ ഇരുന്നാൽ ആ ജലധാരയിൽ നിന്ന് വരുന്ന മുഴുവൻ വെള്ളവും ആവശ്യക്കാർക്ക് ഒഴുക്കി കൊടുക്കാൻ കഴിയും. സ്തോത്രം. വി ക്യാൻ കണ്ടെയ്ൻ ഓൺലി ലിറ്റിൽ ബട്ട് വി ക്യാൻ ഓവർഫ്ലോ എ ലോട്ട്. സ്തോത്രം. ഉൾക്കൊള്ളാൻ ഇത്തിരിയേ കഴിയുള്ളൂ, പക്ഷെ ഒഴുക്കി കൊടുക്കാൻ ഒത്തിരി കഴിയും. അതുകൊണ്ട് ആ ജീവജലനദിയുടെ പ്രവാഹത്തിലായിരിക്കാനും ജനത്തിലേക്ക് ആ ജീവജലനദി തിരിച്ചു കൊടുക്കുക, തിരിച്ചു വിടാനായിട്ടുള്ള, സ്തോത്രം, ചാനലുകളായി നമുക്ക് നമ്മളെ ഏൽപ്പിക്കാം. അതാണ് നമ്മുടെ അനുഭവം. വെള്ളമില്ലാത്ത മേഘങ്ങളാകരുത്. സ്തോത്രം. ഇല കൊഴിഞ്ഞും ഫലമില്ലാതെ നമ്മളാണെങ്കിൽ മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒരു വൃക്ഷം മാത്രമല്ല, യേശുക്രിസ്തു മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്ന ശിഖരങ്ങൾ, ഫലം കായ്ക്കുന്ന ശിഖരങ്ങളാണ്. അടുത്തത്, തങ്ങളുടെ നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽ തിരകൾ. സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടി, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെ എന്നുള്ളതിന് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഓട്ടം ട്രീസ് എന്നാണ്. ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഓട്ടം ട്രീസ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് വരുന്നതിന് തൊട്ട് മുമ്പ് ഇലയെല്ലാം കൊഴിച്ചു നിൽക്കും. ഓട്ടം ട്രീസ് മുഴുവൻ ഇലയും കൊഴിച്ചു വിടും. ഫോൾ സീസൺ കഴിയുമ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയി, ഒരു മഞ്ഞ് പിന്നെ വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ പീഡനത്തിനും, സ്തോത്രം, ന്യായവിധിക്കും മുമ്പ് ഉണ്ടാകുന്നതാണ് ഇല കൊഴിയുന്നത് എന്ന് ചില വ്യാഖ്യാനങ്ങൾ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സ്തോത്രം. നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥമെന്ന് അവര് സൂചിപ്പിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 61:3 നമുക്ക് വിളിച്ചിരിക്കുന്ന പേര് നീതിവൃക്ഷമെന്ന്. നമ്മുടെ പേര് നീതിവൃക്ഷം. സ്തോത്രം. ഈ കൊടിയ കടൽത്തിരകൾ എന്ന് പറഞ്ഞ വലിയ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫലം ശൂന്യമാണ്. യെശയ്യാവിന്റെ പുസ്തകം 57:20-21 വായിച്ചാൽ ദുഷ്ടന് സമാധാനമില്ല, കടൽത്തിരയ്ക്ക് തുല്യമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തങ്ങളിൽ തന്നെ സമാധാനമില്ല, സമാധാനം വാഗ്ദാനം ചെയ്യുന്നു, പക്ഷെ ഒരു ഫലവുമില്ല. മുമ്പോട്ട് പോകുന്നു. അടുത്തത്, സദാകാലത്തേക്ക് അന്തതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രം. ഇവർ നക്ഷത്രങ്ങളാണ്. Such people have star values. സ്റ്റാർ വാല്യൂ ഉണ്ട്, പക്ഷെ വക്രഗതിയാണ്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ജനത്തിന്റെ സ്വഭാവം അതാ. ജനത്തിന് എപ്പോഴും ഒത്തിരി സ്റ്റാർ വാല്യൂ ഉള്ളവരെ വേണം, സ്റ്റാഴ്സിനെ വേണം. നമ്മളങ്ങനെ, സ്തോത്രം, അങ്ങനെ സ്റ്റാർ വാല്യൂ. പക്ഷേ ആരാ? അന്ധതമസ് സൂക്ഷിച്ചിരിക്കുക. നമുക്കറിയാമല്ലോ, നക്ഷത്രങ്ങളെ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വൈറ്റ് ഡ്വാർഫ്സ് എന്നും ബ്ലാക്ക് ഹോൾസ് എന്നും അറിയാമായിരിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളൊക്കെ ചാർജ് ചെയ്തിരിക്കുന്ന, അതിങ്ങനെ കത്തി തീർന്നു പോയ നക്ഷത്രങ്ങളുമുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ 2 തരം നക്ഷത്രമുണ്ട്. ഒന്ന്, അകത്തെ പ്രഷർ കുറയുന്നതനുസരിച്ച് അത് ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. വീർപ്പിച്ച് നിർത്തിയ ബലൂൺ കാറ്റ് പോകുന്നതനുസരിച്ച് അതിന്റെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ്, അങ്ങനെയുള്ളൊരു കൂട്ടം നക്ഷത്രമുണ്ട്. വേറൊരു കൂട്ടം നക്ഷത്രമുണ്ട്, വലിപ്പം അകത്ത് പ്രഷർ തീരുന്നതനുസരിച്ച് വലിപ്പം കുറയുന്നില്ല, പഴയ വലിപ്പത്തിലേക്ക്. കുട്ടകത്തിലെ വെള്ളം ചരിച്ചു കളയുമ്പോൾ കുട്ടകം അതുപോലെ ഇരിപ്പുണ്ട്. ഇതുപോലെ അകത്തില്ലേലും വലിപ്പം ഉള്ളത്. ഈ 2 തരം നക്ഷത്രങ്ങളും പ്രപഞ്ചത്തിലുണ്ട്. ഇതിൽ ഈ 2ാം തരത്തിലുള്ള നക്ഷത്രങ്ങൾ, തമോഗർത്തങ്ങൾ, മലയാളത്തിലൊക്കെ തമോഗർത്തങ്ങൾ, അതിന് ബ്ലാക്ക് ഹോൾസ് എന്നാ പറയുന്നത്. ഈ തമോഗർത്തങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ചുറ്റുമുള്ളതിനെ എല്ലാം അകത്തോട്ടങ്ങ് വലിക്കും. ഈ വൈറ്റ് ഡ്വാർഫ് അടുത്ത് വരുന്നതിനെയൊക്കെ ഇജക്ട് ചെയ്യുക, തള്ളിവിടുന്ന. ഇതിൽ ഈ 2ാം തരത്തിലുള്ള വരുന്നതിനെ എല്ലാം അകത്തോട്ടങ്ങ് വലിച്ചെടുക്കുന്ന തമോഗർത്തങ്ങൾ. പക്ഷേ ഈ തമോഗർത്തങ്ങൾ വക്രഗതിയുള്ള ഒരു തോന്നിയതിലെ നടക്കുകയും കൂടെ ചെയ്താലോ എന്തോ ഒരു നാശമുണ്ടാകും. എന്റെ കൂടെ ഉണ്ടല്ലോ ചില തിയോളജിൻസിന് പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ആളുകൾ ഒത്തിരി എഴുതിയിട്ടുണ്ട്. നരകമെന്ന് പറയുന്നത് ഇത്ര ഏതോ ഒരു ഡിസ്യൂസ്ഡ് ബേൺഡ് ഔട്ട് സ്റ്റാർ ആയിരിക്കാനാണ് സാധ്യതയുള്ളതെന്ന് ചിലർ അതിനെക്കുറിച്ച് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നരകത്തെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് ഭൂമിയുടെ നടുക്കോട്ട് കുഴിച്ച് ചെല്ലുമ്പം അവിടെ വലിയൊരു കീലുകുഴിയാണെന്ന് വിചാരിക്കരുത്. നരകം അത് അവിടെ അല്ല കേട്ടോ, വേറെ ഒരു ഗോളമാണ്, വേറെ ഒന്ന്.
ഭൂമിയുടെ നടുക്കല്ല നരകം. നമ്മുടെ ഒരു ചിന്തയാ. അടിയിലോട്ട് കൊണ്ടുവന്ന് ചപ്പനെ കുഴിച്ചിടുന്നതുകൊണ്ട് ഇതിന്റെ നടുക്കാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാക്കിയ ഉണ്ടല്ലോ. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നതിന് മൂലകൃതിയിൽ കാറ്ററേറ്റ എന്ന ഭൂമിയിൽ നിന്ന് അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നാ മൂലകൃതി. ഭൂമിയുടെ നടുക്കല്ല നരകം. കാരണം ഭൂമി ആദിയിൽ സൃഷ്ടിച്ചു, നരകം പണ്ട് സൃഷ്ടിച്ചു. ഏശയ്യാ 30:33 പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. നോക്കട്ടെ, ഭൂമി ആദിയിൽ സൃഷ്ടിച്ചു, നരകം പണ്ട് സൃഷ്ടിച്ചു. കാലത്തിന്റെ 2 ഘട്ടങ്ങളാണ്. തന്നെയല്ല, പിശാചിന് വരെ ദൂതന്മാർക്കും വേണ്ടിയാണ് എന്തോ ഒരുക്കിയത്? നരകം ഒരുക്കിയത്. അപ്പോൾ പിശാചിന്റെ പാപത്തോടനുബന്ധിച്ചാണ് നരകം ഒരുങ്ങിയത്. എന്നാൽ അതിനു മുമ്പേ ഭൂമി ഉണ്ട്. ഭൂമി നീ ദൈവത്തിന് പ്രദമായ ദൈവത്തിന്റെ തോട്ടമായ ഏതേനിൽ ആയിരുന്നു എന്ന് പറയുന്നു. ഭൂമി അതിന് മുമ്പേ ഉണ്ട്, നരകം പിന്നെ ഉണ്ടാക്കിയത്. അപ്പൊ പിന്നെ ഭൂമിക്ക് നടുക്കൊരു ഡ്രില്ല് ചെയ്ത് കയറ്റി അതിന് നടുക്ക് എന്തെങ്കിലും ഉണ്ട്? അങ്ങനല്ല. നരകത്തെക്കുറിച്ച് പദവത്ത് നല്ല പഠിപ്പീരുണ്ട്, പല ഭാഗങ്ങളുണ്ട്, അതൊക്കെ നല്ല പഠിപ്പീരുണ്ട്. അപ്പോൾ ചില തിയോളജിൻസിൽ ചില ആളുകളുടെ വ്യാഖ്യാനം അഖിലാണ്ട കടാകത്തിൽ ഒരു വേസ്റ്റ് കൊട്ടയുണ്ട്, മനസ്സിലായില്ലേ? ആ വേസ്റ്റ് കൊട്ടയിലോട്ട് അത് അടുത്തൂടെ പോകുന്നതല്ലെങ്കിൽ വലിച്ചിങ്ങ് എടുക്കുന്നതാണെങ്കിൽ പെട്ടുപോയ ഒരു രക്ഷ പിന്നെ ഇല്ല. അതിനെക്കുറിച്ച് ഒത്തിരി ആളുകൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം പറയാൻ ഇവിടെ സമയമില്ലല്ലോ. സ്തോത്രം. കോസ്മോളജി എന്ന തിയോളജിയുടെ ശാഖയുമായി ബന്ധപ്പെട്ട പഠനമാണത്. സ്തോത്രം. പ്രിയപ്പെട്ട ഇരുന്നോയ്ക്ക് സദാകാലത്തേക്ക് അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർ വാല്യൂ ആണ്, പക്ഷേ സത്യം പറയത്തില്ല. There are a lot of, പറയുമ്പോൾ ദേഷ്യം വരുന്നത്, there are a number of tele-evangelists who are riding the crest of the wave, contributing little to the kingdom of God, doing more harm to spirituality rather than contributing to spiritual upliftment of the church. ശ്രദ്ധിക്കണേ സ്തോത്രം. ടെലി-evangelists, they ride the crest of the wave. കടൽത്തീരയുടെ മുകളിൽ റൈഡ് ചെയ്യുന്ന പോലെയാണ്. സ്റ്റാർ വാല്യൂ, സ്റ്റാർ വാല്യൂ, സ്റ്റാർ വാല്യൂ. സഭയുടെ ആത്മിക വർധനവിന് ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, വളരെ ദോഷം ചെയ്യുന്നവർ. കാരണം ഉപദേശമല്ല പറയുന്നത്, സ്തോത്രം, അവരുടെ ചില സിദ്ധാന്തങ്ങളാണ് പറയുന്നത്. ദേഷ്യം വരുന്നെങ്കിൽ ദയവ് ചെയ്ത് വ്യക്തിപരമായി ചില വർത്താനം പറഞ്ഞേക്കണേ. സ്തോത്രം. നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന ദൈവസന്നിധിയിൽ ചെയ്യുവാൻ എനിക്ക് അനുവാദമില്ല. ദൈവസന്നിധിയിൽ ഒരു വാചകം പറയണമെങ്കിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിലും, സ്തോത്രം, സത്യത്തെ നിരീക്ഷിച്ചിട്ടും 100% ഉറപ്പുവരുത്തിയിട്ടേ ഒരു പ്രസ്താവന ചെയ്യാൻ പാടുള്ളൂ. Take it not as an irresponsible statement. This is a very responsible statement. ഇത് തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യുന്നതും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതും വസ്തുതകളുടെ പിൻബലത്തോടെ ചെയ്യുന്നതുമാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് വിശദീകരിച്ചിരുവാൻ, സ്തോത്രം, സന്തോഷമേ ഉള്ളൂ എന്ന് ആവർത്തിച്ച് പറയുന്നത്. എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്റ്റാർ വാല്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇന്ന് സുവിശേഷീകരണത്തിന് ഈ പരിപാടികൾ പലപ്പോഴും ദോഷമാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ. സോ കോൾഡ് ക്രൂസൈഡ്സ് എന്റെ കൂടെ ഒന്ന് വന്നേ. സ്റ്റാർ വാല്യൂ കൂട്ടുകയാണ്, ആളിന് സ്റ്റാർ വാല്യൂ കൂട്ടുകയാണ്. ഒരിടത്ത് കോട്ടയത്തോ എറണാകുളത്തോ, നമ്മുടെ നാട്ടിലെ കോട്ടയത്തോ എറണാകുളത്തോ എവിടെയെങ്കിലും ഒരു വലിയ ക്രൂസൈഡ് നടത്തണം. 1 വർഷം മുമ്പേ പ്ലാനിങ് തുടങ്ങും. നടക്കുന്ന സ്ഥലത്തിന് ഒരു 25 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ സഭകളെയും ശുശ്രൂഷകന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആലോചനാ യോഗങ്ങൾ, വോളണ്ടിയർമാര് എന്നു വേണ്ട, ഫണ്ട് കളക്ഷൻ പരിപാടി, മാസത്തിൽ 2-3 പ്രാവശ്യം കമ്മിറ്റികൾ, കൗൺസിലുകൾ എന്നു വേണ്ട, അതിനുവേണ്ടി പ്രൊമോഷണൽ മെറ്റീരിയൽ, ബ്രോഷേഴ്സ്, പോസ്റ്റേഴ്സ്, ഫ്ലയേഴ്സ്, ഫോൾഡേഴ്സ്, ബാനേഴ്സ്, paper advertisement, newspaper means TV advertisements, radio advertisements. See, and the preacher is going to be projected as greater than the Lord. ഭയങ്കര താര പരിവേഷം കെട്ടിച്ച് എന്റെ കൂടെ ഉണ്ടല്ലോ. ഈ വക്രഗതിയുള്ള നക്ഷത്രങ്ങളുടെ പിന്നാലെ പോയി അവർ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന തമോഗർത്തത്തിൽ നഷ്ടപ്പെടരുതേ. ഫലം എന്താണെന്നറിയാമോ? നടക്കുന്നതിന് ആ പ്രദേശത്തുള്ള സഭകളിലൊന്നും 1 വർഷത്തേക്ക് ഒരു സുവിശേഷ പ്രവർത്തനം നടക്കുകയില്ല.
കാര്യം മാസത്തിൽ രണ്ടും മൂന്നും അല്ല അതി കൂടാ ആളുകളെ യോഗങ്ങൾ കൂടുക. ഇവിടെയുള്ള ഇത്തിരി ആത്മീയ താല്പര്യമുള്ളവരും എന്തെങ്കിലുമൊക്കെ റിസോഴ്സസ് ഉള്ളവരുമായ ആളുകളെ മുഴുവൻ ഇതിനകത്ത് പിടിച്ച് കൂട്ടിയിരിക്കുക. അവരുടെ ഫണ്ട്സ് മുഴുവൻ ഇതിനകത്താ. ഫണ്ട്സ് ഒരു വർഷത്തേക്കെങ്കിലും ആ പ്രദേശത്ത് ഒരു പരിപാടി നടക്കുകയില്ല, ഒരു ആത്മീയ ശുശ്രൂഷയും നടക്കുകയില്ല, ഒരു പരസ്യയോഗം പോലും നടക്കില്ല, ഒരു കവലപ്രസംഗമോ ഒരു ചെറിയൊരു കൺവെൻഷനോ ഒന്നും നടക്കില്ല. ഏതെങ്കിലും സഭയിൽ എന്തെങ്കിലും നടത്തി എന്ന് വന്നാൽ, കേൾക്കണേ, എന്തെങ്കിലും നടത്തി എന്ന് വന്നാൽ ആ സഭയിലെ പാസ്റ്ററെ വിളിച്ച് അധികാരികൾ തർജ്ജനം ചെയ്യുകയും നീ സഹകരിച്ചല്ലോ, നിങ്ങൾക്കും ആവശ്യം വരും അപ്പൊ കണ്ടോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തവർ ആ പ്രദേശത്തെ സുവിശേഷീകരണത്തിന് വിലങ്ങുതടി. വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ, മറഞ്ഞു കിടക്കുന്ന പാറകൾ, അറിയാതെ ആത്മീയ ശുശ്രൂഷകൾക്ക് തുരങ്കം വെക്കുന്നവർ. മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കട്ടെ. സ്ഥാപനവൽക്കരണം, സുവിശേഷീകരണം സ്ഥാപനവൽക്കരിക്കപ്പെട്ടു. പരിപാടിയായി. ഒരു പരിപാടി. അടുത്ത വീട്ടിൽ സുവിശേഷം പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. പക്ഷേ ബാനർ കെട്ടാനുണ്ട്, കാശ് കൊടുക്കാനുണ്ട്, പോരാ. താഴോട്ട് വരുമ്പോൾ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെയും പറഞ്ഞിട്ടുണ്ട്. യൂദായ്ക്ക് തെറ്റിയതല്ല. അപ്പോസ്റ്റേറ്റ്സിന്റെ കാലത്തെക്കുറിച്ച് പരിശുദ്ധാത്മ കൊടുത്തിരിക്കുന്ന വിവരണമാണ്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. വ്യാജവും വഞ്ചനയും, സ്തോത്രം, സദാകാലത്തേക്കും അന്ധതമസ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം, ഭക്തി കെട്ട പാപികൾ തന്നെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് പ്രവചിച്ചെന്ന്, ഇവരെയൊക്കെ ബോധം വരുത്താൻ. പക്ഷെ വരുന്ന കൂട്ടത്തിൽ ആരുണ്ടായിരിക്കും? 1000 വിശുദ്ധന്മാർ. കർത്താവിന്റെ മടങ്ങിവരോ എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന് 2 ഘട്ടങ്ങളുണ്ടെന്ന് മറക്കരുത്. 1-ാം ഘട്ടം രഹസ്യ ഘട്ടം, ആകാശങ്ങളിൽ. 2-ാം ഘട്ടം ഭൂമിയിലേക്ക് വരുന്ന ഘട്ടം, പരസ്യ ഘട്ടം. സ്തോത്രം. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വേള കാഹളം ധ്വനിക്കാൻ സാധ്യതയുണ്ട്. അത് പറഞ്ഞപ്പോൾ പേടിയാണോ തോന്നുന്നത്? കാഹളം ധ്വനിച്ചാൽ ദൈവമക്കൾ ദൈവസന്നിധിയിലേക്ക് അങ്ങ് ചേർക്കപ്പെടും. മരിച്ചവർ ഉയർക്കും, ജീവിച്ചിരിക്കുന്ന നിമിഷനേരം കൊണ്ട് രൂപാന്തരപ്പെടും. 2 കൂട്ടം കൂടെ ഒരുമിച്ച് ആകാശം കത്താൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ലോകത്ത് അധികം പേരൊന്നും വിവരം അറിയുകയില്ല. നാളെ നേരം വിളിക്കുമ്പോൾ പത്രത്തിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. Thousands missing all around the globe. Mysteriously thousands are missing all around the globe. അതിനൊത്തിരി ന്യായീകരണമൊക്കെ പറയും. ഏതോ ഒരു ഫ്ലൈയിങ് സോസർ UFO ഏതാണ്ട് ഭൂമിയോട് വളരെ ചേർന്ന് വന്നതുകൊണ്ട് ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകളെല്ലാം വലിച്ചെടുക്കപ്പെട്ട ആള് പോയതാണ്. ഇവരെല്ലാം ഒരു പ്രത്യേക ടൈപ്പ് ആളുകളാണ്. ഏതാ പ്രത്യേക ടൈപ്പ്? സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു കൂട്ടം ആളുകൾ, അല്ലേ? സമൂഹത്തിലെ മുഖ്യധാരയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിരുന്ന ഒരു കൂട്ടം മൂരാച്ചികൾ. അതൊക്കെ പറയും. നോക്കണേ, അവരാ പോയത്. അങ്ങനെ പറഞ്ഞ് അവർ എൻക്വയറി കമ്മീഷനൊക്കെ വെച്ച സംഗതി എന്താളും അതാണ് സംഭവിച്ചത്. നമ്മൾ അങ്ങ് ഇറക്കപ്പെട്ടു പോയതാ. അത് കഴിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലുണ്ട് നമ്മൾ 7 വർഷക്കാലം, 360 ദിവസങ്ങൾ വീതമുള്ള 7 വർഷക്കാലം കർത്താവിന്റെ സന്നിധിയിൽ ന്യായാസനത്തിൽ പ്രതിഫലമൊക്കെ പ്രാപിക്കും. അപ്പോൾ ഇവിടെ പീഡന കാലമാണ്. എതിർക്രിസ്തുവിന്റെ ഭരണം, ലോക ഭരണ വ്യവസ്ഥിതി ഇവിടെ ഉണ്ടാകും. ഇസ്രായേൽ ഒരിക്കൽ കൂടി ആ സ്ഥലത്ത് അവരുടെ ദൈവാലയം പണിത് അവിടെ അവരുടെ ആരാധന പുനഃസ്ഥാപിക്കും. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്ന് പകലത്തെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ, സ്തോത്രം, റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയുണ്ടായി. സ്തോത്രം. അത് കഴിഞ്ഞ് 3.5 വർഷം കഴിയുമ്പോൾ 2-ാം 3 വർഷക്കാലത്ത് എതിർപ്പുണ്ടാകി ഒരിക്കൽ കൂടി ഇസ്രായേൽ ലോകമെല്ലാം ചിതറിക്കപ്പെടുകയും ചെയ്യും. ആയിരിക്കുന്നിടങ്ങളിൽ നിലവിളിക്കും. അവർ ആയിരിക്കുന്നിടങ്ങളിൽ ഭയങ്കരമായിട്ട് നിലവിളിക്കുമ്പോൾ മശിഹായെക്കുറിച്ചുള്ള ബോധ്യം അവർക്കുണ്ടാകും. സ്തോത്രം.
മശിഹായെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായിട്ട് ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ മശിഹായ്ക്ക് വേണ്ടി വിലപിക്കും. തെറ്റുപറ്റിപ്പോയി എന്നവർ നിലവിളിക്കും. സ്തോത്രം. കഷ്ടതര തീച്ചുള്ളിലൂടെ ദൈവം അവരെ കടത്തി അവരെ ശുദ്ധീകരിക്കും. വെള്ളി പോലെയും പൊന്നുപോലെ അവരെ ശുദ്ധീകരിക്കും. അലക്കുകാരൻ ക്ഷാരവെള്ളം പോലെ അവരെ ശുദ്ധീകരിക്കും. തിരുവെഴുത്ത് പറയുന്നു, ഒരു ദിവസം കൊണ്ട് ആ ദേശത്തിനെ അകൃത്യം പോക്കും. സ്തോത്രം. അങ്ങനെ ഇസ്രായേലിനെ അകൃത്യം പോക്കി കർത്താവ് ഒരു ജാതിയായി, സ്തോത്രം, തന്നിലേക്ക് തിരിയുവാൻ ദൈവം കാരണമുണ്ടാക്കും, അവസരമൊരുക്കും. സ്തോത്രം. അങ്ങനെ ഇസ്രായേൽ ലോകമെല്ലാം ചിതറിക്കപ്പെടും. ഞാൻ പറഞ്ഞില്ല, ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ രണ്ടാം പകുതിയാവുമ്പോഴേക്കും ലോകമെല്ലാം ഒരിക്കൽ കൂടി ചിതറിക്കപ്പെടും. സ്തോത്രം. ഇനി ഇസ്രായേലിനുണ്ടാകുന്ന പരാജയം അന്നായിരിക്കും. സഭ ചേർന്ന് 3.5 കൊല്ലം കഴിയുമ്പോൾ ഇസ്രായേലിന് വലിയൊരു പരാജയം ഉണ്ടാകും. അന്ന് ചിതറിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ ദയനീയമാസത്തിൽ ഇരുന്നുകൊണ്ടാണ് ഒരു മശിഹായെ അംഗീകരിക്കുന്നത്. ആ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ ചേർക്കപ്പെട്ട വിശുദ്ധന്മാർ, സ്തോത്രം, കർത്താവിന്റെ തേജസ് പോലെ തേജസ് പ്രാപിച്ച വിശുദ്ധന്മാരും തേജരൂപിയ കർത്താവും കൂടി ഒരുമിച്ച്, സ്തോത്രം, സ്വർഗമണ്ഡലങ്ങളിൽ നിന്ന് മേഘമണ്ഡലം താണ്ടി വായുമണ്ഡലത്തിലൂടെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ സൃഷ്ടി മുഴുവൻ പുളകം കൊള്ളും. അതാണ് റോമർ 8:19 വായിക്കുന്നത്. സൃഷ്ടി മുഴുവൻ പുളകം കൊള്ളും. ഇതാ ദൈവപുത്രന്മാർ വരുന്നെന്ന് പറയും. അന്ന് കൂട്ടത്തിൽ 1000 വിശുദ്ധന്മാരുണ്ടാകും. 1000 വിശുദ്ധന്മാരോടുകൂടെ ഇങ്ങനെ ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുന്ന ആ മടങ്ങി വരവിന്റെ രണ്ടാം ഘട്ടമാണ് ഹാനോക്ക് പ്രവചിച്ചു. ഇത് ദ ബുക്ക് ഓഫ് ഈനോക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകം BC 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ പുസ്തകത്തിൽ നിന്നുള്ള ഇതൊരു അപ്പോക്രിഫൽ ബുക്കാണ്. അതിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണിത്. അത് കാര്യം സത്യമാണെന്നുള്ളത് പരിശുദ്ധാത്മാവ് ഇത് ആത്മനിവേശിത തിരുവെഴുത്തായി രേഖപ്പെടുത്തി അത് അംഗീകരിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹാനോക്കാണ് വേദപുസ്തകത്തിൽ പറയുന്ന ആദ്യത്തെ പ്രവാചകൻ. ദ ഫസ്റ്റ് പ്രോഫറ്റ് ഓഫ് ദ ബുക്ക് ഓഫ് ദ ബൈബിൾ. ആദ്യത്തെ പ്രവാചകന്. സ്തോത്രം. ഹാനോക്ക്. ആദാം മുതൽ 7ാമനായ ഹാനോക്ക്. സ്തോത്രം. 1000 വിശുദ്ധന്മാരുടെ കൂടെ വരുമ്പോൾ ആ വരുന്ന വരവെങ്കിൽ നമ്മളും ആ കൂട്ടത്തിൽ കാണും. എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. തേജരൂപികളായ ദൈവമക്കൾ ആ കൂട്ടത്തിൽ ഈ വരുന്ന വരവെങ്കിലുണ്ടല്ലോ. സ്തോത്രം. ഈ പ്രപഞ്ചം മുഴുവൻ ആ പ്രകാശത്തോരയിൽ തിളങ്ങി നിൽക്കും. അതാണ് തിരുവെഴുത്ത് പറയുന്നത്, അർദ്ധരാത്രിക്കോ പ്രഭാതമാകും. ഒരു സൂര്യൻ ഉദിച്ചാൽ ഭൂമിയുടെ ഒരു പകുതി മുഴുവൻ ശോഭിക്കുമെങ്കിൽ 1000 സൂര്യന്മാർ ഒരുമിച്ചുദിച്ച ശോഭയുള്ള കർത്താവും അതേ തേജോ രൂപികളായ ദൈവമക്കളുടെ 1000 ചേർന്ന സമൂഹവുമായി, സ്തോത്രം, ഇങ്ങനെ പ്രപഞ്ചത്തിലൂടെ ഇങ്ങനെ ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ഉണ്ടാകുന്ന ആ തേജോ പ്രഭ, എന്തോ പറയണം അതിന്, സോ ദാറ്റ് ഗ്രേറ്റ് ഡിവൈൻ ഗ്ലോറി പ്രപഞ്ചം മുഴുവൻ തിളങ്ങും. ഭൂമിയുടെ മറ്റേ പകുതി കൂടി അങ്ങ് ശോഭിക്കും കേട്ടോ. ഈ സമുദ്രത്തിലോട്ടൊക്കെ ആ പ്രകാശം കൊണ്ട് തട്ടി പ്രതിഫലിച്ച് എന്നതായിരിക്കും അത്. ഹല്ലേലൂയ. അതിനെക്കുറിച്ചാണ് മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവാകും. സ്തോത്രം. കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങുന്ന പോലെ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു കിഴക്കാ വരുന്നത് അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. മത്തായി കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങുന്ന പോലെ എന്ന് പറഞ്ഞെങ്കിൽ ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത് മിന്നൽ ആകാശത്തിന് കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങുന്നത് പോലെ. ലൂക്കോസ് മത്തായി 24-27 മിന്നൽ കിഴക്കെന്ന് പറഞ്ഞാൽ. എന്നാൽ ലൂക്കോസ് 17-24 വായിച്ചാൽ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി നിൽക്കുന്ന പോലെ. അപ്പൊ ഒരു കോണ് മുതൽ മറ്റേ കോണ് വരെ എന്നേ ഉള്ളതുകൊണ്ട് അത് അർത്ഥമാക്കുന്നുള്ളൂ. സ്തോത്രം. അപ്പോൾ കിഴക്കുന്ന കർത്താവ് വരുന്നത് അതുകൊണ്ട് തെറ്റായി ധരിക്കരുത്. ആകാശമണ്ഡലങ്ങളുടെ ഭൂമിയുടെ ഒത്ത നടുക്കായിട്ടായിരിക്കും ഇങ്ങനെ ഇറങ്ങി വരുന്നത്. കാര്യം അവന്റെ കാല് തൊടുന്നത് യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിലായിരിക്കും. സക്കറിയാ പ്രവചനം 14-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആ വരവിനെ കുറിച്ച് ഹാനോക്ക് അന്ന് പ്രവചിച്ചു. കർത്താവിന് മടങ്ങിവരേണ്ട ഈ 2 ഘട്ടങ്ങളെ കുറിച്ച് ദീർഘമായി പറയേണ്ടതുണ്ട്. എങ്കിലും അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കറിയാമല്ലോ, കർത്താവിന്റെ 1ാമത്തെ വരവിനും 2 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ 30 വർഷക്കാലം രഹസ്യഘട്ടം, 2ാമത്തെ 3.5 വർഷക്കാലം പരസ്യഘട്ടം. കർത്താവിന് മടങ്ങിവരവിനെ മണവാളന്റെ എഴുന്നള്ളത്തിനോട് ഉപമിച്ചിട്ടുണ്ട്, രാജാവിന്റെ എഴുന്നള്ളത്തിനോട് ഉപമിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കളുടെ മണവാളൻ വരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. സ്തോത്രം. കല്യാണം നിശ്ചയിച്ചു എപ്പം വേണമെങ്കിലും മണവാട്ടെ കൂട്ടിക്കൊണ്ടു പോകാം. മണവാട്ടി എപ്പം വന്നാലും പോകാൻ ഒരുക്കിയിരുന്നോണം. ഒരിക്കലും പ്രതീക്ഷിക്കാത്തവൻ വരും. അങ്ങനെ അതുകൊണ്ട് മത്തായി 25 അറിയാമല്ലോ, പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഒരു മണവാളം വരുന്നത്. സ്തോത്രം. അട്ടെ മുമ്പോട്ട് പോട്ടെ. മാത്രമല്ല കർത്താവിന്റെ മടങ്ങിവരവിനെ ഉദയ നക്ഷത്രത്തിന്റെ ഉദയത്തോടും സൂര്യന്റെ ഉദയത്തോടും ഉപമിച്ചിട്ടുണ്ട്. ഉദയ നക്ഷത്രം പ്രഭാതത്തിൽ വെളുപ്പിനെ ഉണ്ടാകുന്നതാ.
അത് ഉണർവോടെ കാത്തിരിക്കുന്നവരെ കാണുകയുള്ളൂ. 2 സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാവരും കാണും. സ്തോത്രം. നോക്കണേ, കർത്താവിന്റെ ഒന്നാമത്തെ ഒടുവിലെ സ്വർഗാരോഹണത്തിനും 2 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. സ്തോത്രം. ഉയർത്തെഴുന്നേൽപ്പിന്റെ അന്ന് പ്രഭാതത്തിൽ രഹസ്യ സ്വർഗാരോഹണം നടന്നു. സ്തോത്രം. ഹല്ലേലൂയ. 40 ദിവസങ്ങൾക്ക് ശേഷം പരസ്യ സ്വർഗാരോഹണം നടന്നു. സ്തോത്രം. ഇങ്ങനെ അനേക തെളിവുകളുണ്ട്. ഇതിൽ നമുക്ക് വേണ്ടിയുള്ളത് ആദ്യത്തെ ഘട്ടമാണ്. അത് രഹസ്യഘട്ടമാണ്. സ്തോത്രം. മറക്കരുത്, രഹസ്യഘട്ടത്തിൽ കർത്താവിന്റെ ഒന്നാമത്തെ വരന്റെ ആദ്യത്തെ രഹസ്യഘട്ടത്തിൽ അവനെ തിരിച്ചറിഞ്ഞവർ ആരായിരുന്നു? ചുരുക്കം പേരായിരുന്നു. കന്യകയായിരുന്ന മറിയ, യോസെഫ്, ആട്ടിടയന്മാർ, വിദ്വാൻമാർ, ഹന്ന, സിമ്യോൻ, ഇത്രയും പേരുടെ പേരൊക്കെ പുസ്തകത്തിലുള്ളൂ. ഇവർക്ക് പൊതുവായി ഒരു യോഗ്യതയുണ്ട്. ഇവരെല്ലാവരും ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ചവരും പ്രാപിച്ച അരുളപ്പാടിനെ ഭവിഷ്യത്തുകളെ ഭയപ്പെടാതെ അനുസരിച്ചവരുമായിരുന്നു. സ്തോത്രം. ഇതുപോലെ കർത്താവിനെ മടങ്ങി വരവിന്റെ ആദ്യ ഘട്ടത്തിലും ദൈവവചനം, ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ച ദൈവവചനം ഭവിഷ്യത്തുകളെ ഭയപ്പെടാതെ അനുസരിക്കുന്നവർ മാത്രമേ ആകാശങ്ങൾ അവനെ എതിരൊക്കെയുള്ളൂ. ആ ചേർക്കപ്പെടുന്നവരാണ് ഭൂമിയിലോട്ട് എഴുന്നള്ളി വരുന്നത്. സ്തോത്രം. മത്തായി 25 2-ാം പകുതിയിൽ കാണുന്ന ഇടയിൽ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നു എന്ന് പറയുന്ന ആ ന്യായവിധി എന്ന് പറയുമ്പോൾ ആ വരുന്ന വരവിങ്കിൽ കർത്താവ് തന്റെ സിംഹാസനം, തേജസ്സിന്റെ സിംഹാസനം, സ്തോത്രം, ഒലിവുമല വിളർന്നുണ്ടാകുന്ന വലിയ താഴ്വരയിൽ വെക്കുകയും ആ താഴ്വരയിൽ, സ്തോത്രം, യെരുശലേമിന് ചുറ്റുമുള്ള ജാതികളെ അവിടെ കൂട്ടിവരുത്തും. സ്തോത്രം. കൂട്ടിവരുത്തിയിട്ട് യെരുശലേമിന് ചുറ്റുമുള്ള ജാതികൾ പീഡനകാലത്തിലെ 2-ാം പകുതിയിൽ ഇസ്രായേലിനോട് പെരുമാറിയ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ന്യായവിധിക്കുകയും ചെയ്യുന്ന ഒരു താൽക്കാലിക ന്യായവിധിയാണത്. അത് അന്ത്യന്യായവിധി അല്ല. അത് ഇസ്രായേലിനോട് പീഡനകാലത്തിലെ 2-ാം പകുതിയായ 3.5 വർഷക്കാലം ചുറ്റുമുള്ള ജാതികൾ എങ്ങനെ പെരുമാറി എന്നതിന്റെ അടിസ്ഥാനത്തിൽ യഹൂദന്മാരുടെ രാജാവ് എന്ന നിലയിൽ കർത്താവ് ചെയ്യുന്ന ഒരു ചെറിയ ഒരു ന്യായവിധി മാത്രമാണ്. സ്തോത്രം. മനസ്സിലാകുന്നല്ലോ. ചില ആളുകൾ അതിനെ തെറ്റിദ്ധരിച്ച് പാവപ്പെട്ടവനെ സഹായിച്ചാൽ സ്വർഗത്തിൽ പോകാം എന്ന് തെറ്റായി ധരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ചെറിയ വിശദീകരണം പറഞ്ഞത്. നോക്കണേ, ചെമ്മരിയാടുകൾ 3 പേരുണ്ട് കൂട്ടത്. ഇടത്തുള്ളവരെ, വലത്തുള്ളവരെ, ഈ ചെറിയ സഹോദരന്മാര്. അവിടെ സാക്ഷിയില്ല, ഒന്നുമില്ല. നോക്കണേ, പിടിച്ചങ്ങ് മാറ്റി നിർത്തുക. ഇടത്തോട്ട് വലത്തോട്ട് മാറ്റി നിർത്തി. ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ്, സകലം അറിയുന്ന കർത്താവ് പിടിച്ചങ്ങോട്ട് മാറ്റി നിർത്തിയേച്ച് വലത്തുള്ളവർ, പിതാവിനാണെങ്കിൽ ഇവിടെ വരുവീൻ, ലോകത്താമളം എനിക്കിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. സ്തോത്രം. നോക്കണേ, അത് 1000 ആണ്ട് വാഴ്ചയിലുള്ള പ്രവേശനമാണ്. രാജ്യം അവകാശമാക്കുക. എനിക്ക് വിശന്നു, ചാപ്പാട് തന്നു. അയ്യോ പ്രഭു, നിന്നെ ഇവിടെ കണ്ടിട്ട്. എന്റെ ഈ ചെറിയ സഹോദരന്മാർക്ക് ചെയ്തത് യഹൂദൻ. അപ്പോ നമ്മള് ഓടി നടന്നപ്പോ ഇവരെ നമ്മുടെ വീട്ടിൽ വെച്ച് ചാപ്പാട് കൊടുത്തായിരുന്നല്ലോ. അടുത്തുള്ളവർ ശപിക്കപ്പെട്ടപ്പോ, നിങ്ങൾ എനിക്ക് വിശന്നു, നിങ്ങൾ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ തന്നില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ കണ്ടില്ല. അയ്യോ പ്രഭു, ഞങ്ങൾ ഇവിടെ നിന്നെ കണ്ടിട്ട് അങ്ങനെ വിളിക്കുമ്പോ എന്റെ ഈ ചെറിയ സഹോദരന്മാർക്ക് ചെയ്യാഞ്ഞത്. അപ്പോൾ അവർ പറയും, പീഡനത്തിന്റെ 2-ാം പകുതിയിൽ സ്തോത്രം തോറ്റിട്ട് മുറിവെറ്റ് യുദ്ധത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്ന ആ യഹൂദന്മാർ അവരെ നിന്ദിച്ച് മീറ്റിങ്ങിലൊക്കെ ചെന്ന് നിലവിളിച്ചപ്പോൾ, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി, ഒരു വസ്ത്രത്തിന് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, മുറി വന്ന് വെച്ച് കെട്ടാൻ ഒരു ചെറിയ ബാൻഡേജിന് വേണ്ടി വാവിട്ട് നിലവിളിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിട്ട. മനസ്സിലാവുന്നുണ്ടെങ്കിൽ അയ്യോ നമ്മൾ അവനെ ഓടിച്ചു, അയ്യോ അവരാണ്. അങ്ങനെ അന്ന് അവർ തിരിച്ചറിയും. അത് കേൾക്കണേ, സ്തോത്രം, അത് ഇസ്രായേലിന്റെ പീഡനകാലത്തിലെ അനുഭവത്തിൽ അവരോട് പെരുമാറിയതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു താൽക്കാലിക ന്യായവിധി മാത്രമാണ്. സ്തോത്രം. ചുറ്റുമുള്ള ജാതികളെ കൂട്ടിവരുത്തും. അത് യോവേലിന്റെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്. സ്തോത്രം. വാക്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ പിന്നെ യോവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം 12-ാം വാക്യം ഇത് വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ 31 മുതലുള്ള ഭാഗത്താണല്ലോ അത്. അതുപോലെ യെശയ്യാവിന്റെ പുസ്തകം 21-13 വായിക്കുമ്പോൾ അറബി ദേശത്തേക്കുള്ള പ്രവാചകം എന്ന് പറഞ്ഞ് കാര്യം ചുറ്റുമുള്ള അറബികളാണ് ഒത്തിരി പേരെ അത് സഹായിക്കുന്നത്. കേട്ടോ, അറബികളായിരിക്കും. അതുകൊണ്ടാണ് അറബികളിൽ ഒത്തിരി പേര് അവരെ സഹായിക്കുന്നത് കൊണ്ട് അവിടെ പറയുന്നു, അറബി ദേശത്തേക്കുള്ള പ്രവാചകം സീദോന്യരുടെ സ്വാർത്ഥഗണങ്ങളെ വെള്ളവുമായി ചെന്നവരെ എതിരേൽപ്പീൻ, അപ്പവുമായി ചെന്ന് എതിരേൽപ്പീൻ, അവർ യുദ്ധത്തിന് കൊടുമയും വാളിന് തെറ്റി ഓടുന്നവരാ, ചെല്ല 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 എന്ന് പറഞ്ഞു വിളിക്കുക. ആ ചുറ്റുമുള്ള ജാതികളിൽ അവൾ അങ്ങനെ വലത്തുഭാഗത്തേക്ക് സ്വീകരിക്കപ്പെട്ട് 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്നവർ കൂടുതൽ വരുവാരായിരിക്കും? അറബികൾ തന്നെ ആയിരിക്കും. സ്തോത്രം. അതെ, ആ പ്രവചനമാണ് ഹാനോക്ക് പറഞ്ഞത്. അതെ, ഹാനോക്ക് ഉടലോടെ ചേർക്കപ്പെട്ടയാളാ. ഹാനോക്കിന് ഈ പ്രവചനം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഹാനോക്കിന് ദൈവം ഒരു വെളിപ്പാട് കൊടുക്കുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ശുശ്രൂഷ ഉള്ളതുകൊണ്ടേ വെളിപ്പാട് കൊടുക്കുള്ളൂ. കേൾക്കുന്നുണ്ടല്ലോ. ദൈവം ആർക്കെങ്കിലും ഒരു വെളിപ്പാട് കൊടുക്കുമെങ്കിൽ ആ വെളിപ്പാടുമായി അനുബന്ധിച്ച് ഇദ്ദേഹത്തിനൊരു ശുശ്രൂഷയുണ്ട്. അപ്പൊ ആരെക്കുറിച്ചെങ്കിലും ഒരു ദൈവാത്മാവ് ഒരു കാര്യം നിനക്ക് വെളിപ്പെടുത്തിയാൽ
ആ വെളിപ്പെടുത്തുന്നത് നീ കൊട്ടി കൊഴിച്ചോണ്ട് ഞാൻ പറഞ്ഞത് നടന്നു എന്ന് പറഞ്ഞ് നീ സ്വയം ഒന്ന് ഞെളിയാനല്ല അത്. സ്തോത്രം. അദ്ദേഹത്തിന് വേണ്ടി നീ പക്ഷപാതം ചെയ്യാൻ ദൈവം നിന്നെ നിയോഗിക്കാതെ നടക്കരുത്. സ്തോത്രം. അവിടെ ഹാനോക്കിന് ഈ പീഡനകാലത്തിൽ സ്തോത്രം ഒരു ശുശ്രൂഷയുണ്ട്. മടങ്ങി വരുന്ന രണ്ടുപേരിൽ ഒരാളായിരിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് ആ ശുശ്രൂഷയിൽ ഹാനോക്കിനൊരു പങ്കുള്ളത് കൊണ്ടാണ് അവൻ ഈ പ്രവചനം കൊടുത്തതെന്ന് മറക്കരുത്. സ്തോത്രം. ഞാൻ വേഗം പറഞ്ഞു പോവാ, സമയം പോകുന്നല്ലോ. സ്തോത്രം. പറയുന്നത് കേട്ടി ഭക്തി കെട്ട കൊലോസ്യർ 3-4 വാക്യത്തിൽ പൗലോസ് ശ്ലീഹായും ഇത് പറയുന്നുണ്ട്. സ്തോത്രം. അതായത് കർത്താവ് വെളിപ്പെടുമ്പോൾ നമ്മളും ആ തേജസ്സിൽ അവനോടുകൂടെ വെളിപ്പെടും എന്നുള്ളത് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. അതുപോലെ തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 3-13 വാക്യത്തിലും പൗലോസ് ശ്ലീഹ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നോഹയും ഹാനോക്കും അവർ നീതിപ്രസംഗികളായിരുന്നു. സ്തോത്രം. ഹാനോക്കിന്റെ ശുശ്രൂഷ തൽക്കാലം അത്രേ പറഞ്ഞ് മുമ്പോട്ടങ്ങ് പോവുകയാണ്. സ്തോത്രം. അടുത്തത് എന്ന് പ്രവചിച്ചു. അവർ ഇനി തിരിച്ചു മേടി പോവാ. ഈ മേളി ആളുകളുടെ സ്വഭാവം പറയും. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതെ പറയുന്നവരുമായി സ്വന്തം ഭാവങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. അപ്പോസ്റ്റേറ്റ്സിന്റെ കാര്യമാണ്. ആരാ? വിശ്വാസത്യാഗത്തിലേക്ക് നയിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങളുടെ സ്വഭാവം പിന്നെ പറയുക. അവര് പറയുന്ന കാര്യങ്ങൾ കണ്ടില്ലേ? 3 കാര്യം. ആവലാതി പറയും. അയ്യോ, ആ ക്രൂസൈഡിന് പണമില്ല, തീർന്നു, നിങ്ങൾ സഹായിക്കണം. മനസ്സിലായോ? I am broke because of this crusade, that crusade. Help me, help me. മനസ്സിലാവുന്നുണ്ടോ? ആവലാതി. പിന്നെന്താ പറയുന്നത്? വമ്പ് പറയും. 5000 പേര് കൂടിയിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം പേരെന്ന് പറയും. മാത്രമല്ല ഇവർ കണക്ക് പറയുന്നത് ഓരോ ദിവസം വന്ന് ഒരു 5 ദിവസത്തേക്ക് യോഗം ഉണ്ടെങ്കിൽ ഒരു ദിവസം വന്നതിന്റെ അതിനെ 5 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ. ഒടുവിൽ ഏറ്റവും കൂടുതൽ ദിവസം വന്ന ആളുകളുടെ മൾട്ടിപ്ലൈ ചെയ്യും. അതാണോ കണക്ക്? അത്രയും പേരുടെ സൂചന പാട്ടെ. എനിക്ക് വസ്തുനിഷ്ഠമായി വസ്തുതകൾ എനിക്ക് പറയാനുണ്ട്, സമയം എന്നെ അനുവദിക്കുന്നില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വഞ്ചിക്കപ്പെടരുത്. പറയുന്നത് എന്തും വിശ്വസിക്കരുത്. അഡ്വർടൈസ്മെന്റ് കൊണ്ട് എന്തും സാധിക്കാം എന്ന് ചിന്തിക്കുന്നവരുടെ വലയിൽ ഉടുങ്ങരുത്. വമ്പ് പറയുന്നവർ പിന്നെന്താ? അവർ പിന്നെ മുഖസ്തുതി പറയും. നിങ്ങൾക്ക് സാധാരണ വരുന്ന ഒരു മുഖസ്തുതി വേഗം പറഞ്ഞേക്കാൽ. നിങ്ങളോട് പറയുന്ന വലിയൊരു മുഖസ്തുതിയുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തിന് കൊടുത്തത് കൊണ്ടാ ദൈവം നിങ്ങളെ ഇഷ്ടം പോലെ അങ്ങ് അനുഗ്രഹിച്ചു. അതുകൊണ്ട് നിങ്ങളും കൊടുക്ക, നിങ്ങളുടെ തലമുറയും അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ സ്ഥിരം കേൾക്കുന്നതാണെന്ന് എനിക്കറിയാം. ഇത് പറയുമ്പോൾ ദേഷ്യം വരും, അതെനിക്കും അറിയാം. പക്ഷേ നിങ്ങൾ ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് ദേഷ്യമൊന്നും ഇല്ലല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ പറയുന്നതിന്റെ അർത്ഥം I just deserve this. God, you are not doing anything wonderful to me. You are just doing what is due to me. മനസ്സിലായില്ലേ? അതല്ലേ പറയുന്നേ? ദൈവം, ഞാനിത് അർഹിക്കുന്നതാ, നീ എനിക്ക് വലിയ പൊണ്ണക്കാര്യമൊന്നും ചെയ്യുന്നതല്ല. ദൈവത്തിന്റെ ഔദാര്യം കൊണ്ടല്ല കിട്ടുന്നത്, എന്റെ അപ്പന്മാര് ചെയ്തതിന്റെ നന്മയാ ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. ദയവ് ചെയ്താരും പറയില്ല, ദൈവകോപം ഉണ്ടാവും. എല്ലാരും എന്റെ കൂടെ തന്നെ ഉണ്ടോ? അങ്ങനല്ലയോ എന്നുള്ള യോഗം കഴിയുമ്പോൾ ഒരു അല്പിനാണ്. എപ്പോൾ ഞാൻ കുറച്ച് നോട്ട് നിർമ്മിച്ച് ചില യോഗം കൊണ്ട് പോയി തിരിച്ചിങ്ങോട്ട് വരും. സ്തോത്രം. എവിടെയാണെന്നുള്ളതൊക്കെ ഈ സഹോദരന്മാർക്കറിയാം. സ്തോത്രം. യു ക്യാൻ കോൺടാക്ട് മീ, നോ പ്രോബ്ലം. സ്തോത്രം. റോമാലേഖനം 11-ാമത്തെ ഭാഗം വായിക്കണം. സ്തോത്രം. അവന് മുമ്പേ കൊടുത്തിട്ട് വല്ലവും പ്രതിഫലം വാങ്ങുന്നവൻ സ്തോത്രം. സ്തോത്രം. നമ്മളൊന്നും അർഹിക്കുന്നതല്ല. മുഖസ്തുതി പറഞ്ഞ് പേഴ്സിലേത് ഊറ്റാൻ ആരെങ്കിലും പറയുന്നെങ്കിൽ നിങ്ങൾ ആ വഞ്ചനയിൽ കുടുങ്ങരുത്. സ്തോത്രം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം കൂട്ടത്തിൽ. ഒത്തിരി അങ്ങ് തരുമ്പോൾ എനിക്ക് ചിലപ്പം ദുഃഖം തോന്നും. കേട്ടേ പറയാം. കർത്താവിന് വേണ്ടി ത്യാഗപൂർണ്ണമായി പ്രവർത്തിച്ചിരുന്നവരുടെ പിൻതലമുറക്കാർക്ക് അവരിന്ന് ദൈവകൃപയിലൊന്നും അല്ലെങ്കിലും പേരിനിങ്ങനെ പലതും പെന്തക്കോസും മറ്റൊരു ഒക്കെ ജീവിക്കുന്നേ ഉള്ളൂ. പേരിന് വേണ്ടി ജീവിക്കുന്നെങ്കിൽ അവർക്ക് ഇഷ്ടംപോലെ ഭൗമിക സമ്പത്ത് അങ്ങ് ദൈവം കൊടുക്കുമ്പോൾ ഞാൻ പേടിക്കാറുണ്ട്. എന്താ പേടിയെന്നറിയാമോ? ദൈവമേ, ഇവിടെ അങ്ങ് കണക്ക് തീർക്കുകയാണോ? മനസ്സിലായോ? ഇവിടെ അങ്ങ് കണക്ക് തീർക്കാന്നോ? സർവജ്ഞാനിയായ ദൈവത്തിന്
ഇവന്റെ അവസ്ഥ ചൊവ്വ അറിയാവുന്നത് കൊണ്ട്, മനസ്സിലായില്ലേ? സ്തോത്രം. അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അങ്ങ് ചെല്ലുകയല്ലെന്നോവല്ലോ നിനക്ക് അറിയാവുന്നതുകൊണ്ട് നീ ഇവിടെ അങ്ങ് കണക്ക് തീർക്കുമെന്നോ കർത്താവേ എന്ന് ഞാൻ വളരെ ഭയപ്പെടാറുണ്ട്. അതുകൊണ്ട് അതിൽ അഹങ്കരിക്കല്ല, വിനയപ്പെട്ടു. എന്റെ കൂടി കൊണ്ടേ നമ്മളൊന്നും ആർഹിക്കുന്നല്ല സഹോദരങ്ങളെ. ഇത് നമ്മുടെ പിതാക്കന്മാരെ നന്മ കൊണ്ട് കിട്ടിയതുമല്ല, ദൈവത്തിന്റെ കരുണ. ഞാൻ അനുഭവിക്കുന്ന ദൈവനീതിയാണെന്ന് ദൈവീത് പറയണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അനുഭവിക്കുന്ന ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. ഒന്ന് പറയാമോ പ്ലീസ്? മുഖസ്തുതി പറഞ്ഞ്, സ്തോത്രം, വമ്പ് പറഞ്ഞ്, ആവലാതി പറഞ്ഞ്, ഇതല്ലയോ നമ്മൾ കാണുന്നത്? ഇതാണ് അപ്പോസ്റ്റേറ്റ്, ഇതാണ് വിശ്വാസത്യാഗത്തിലേക്ക് വലിച്ചു കളയുന്നവർ. വിശദീകരിക്കുന്നില്ല, മുമ്പോട്ട് പോയിക്കോട്ടെ. അവർ പിറുപിറുപ്പുകാര്, തങ്ങളുടെ ഗതിയെക്കുറിച്ച് എപ്പോഴും ആവലാതി പറയുന്നവർ, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവരും. അവിടെ വമ്പ് പറയുന്നു, കാര്യസാധ്യത്തിനെ അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. സ്തോത്രം. നിങ്ങളോ നേരെ അങ്ങ് തിരിയുകയാണ്. ആരോടരി? നിങ്ങളോ പ്രിയരേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പി. സ്തോത്രം. വേറൊന്നുമില്ല, അതിനുശേഷം ഒന്നുമില്ല. അപ്പോസ്തലന്മാർ എഴുതി വെച്ചിരിക്കുന്ന തിരുവെഴുത്ത് പൂർണ്ണമാണ്. അവര് പറഞ്ഞ വാക്കുകളെ ഓർത്തുകൊള്ളുകയും. സ്തോത്രം. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. സ്തോത്രം. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഇപ്പം ആവർത്തിക്കുന്നില്ല. സ്തോത്രം. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ കർത്താവിന് വരുന്ന തൊട്ടുമുമ്പുള്ള വർഷങ്ങളല്ല, കൃപായുഗത്തിന് മൊത്തം പറയുന്ന പേരാണ്. സ്തോത്രം. അന്ത്യകാലത്തിന്റെ അന്ത്യത്തിൽ, അതാണ് തിമോഥെയോസിന്റെ 2 ലേഖനം 3-ാം അധ്യായം, അന്ത്യകാലം ദുർഘട സമയങ്ങൾ വരും. സ്തോത്രം. നോക്കണേ, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസം ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 3-4 വാക്യങ്ങളൊക്കെ വായിച്ചാൽ ഇതൊക്കെ അവിടെയും കാണാൻ കഴിയും. അവരാരൊക്കെയാ? അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തോ എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്തോത്രം. They don't have even the indwelling Holy Spirit. അവരുടെ മനുഷ്യാത്മാവില്ലെന്നല്ല എന്റെ അർത്ഥം. The Holy Spirit is not in them. പരിശുദ്ധാത്മാവ് അവരിൽ ഇല്ല. അത് റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിന് 2-ാം ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പരാമർശം കാണാൻ കഴിയും. ആത്മാവില്ലാത്തോ? നിങ്ങളോ? പിന്നെ നോക്കുക, നിങ്ങളോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുക അവരുടെ കാര്യം പറഞ്ഞു, പിന്നെ നിങ്ങളോ എന്ന് പറഞ്ഞ് തിരിച്ചു വരിക. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിനോടല്ല, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനോടല്ല പ്രാർത്ഥിക്കേണ്ടത്, പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. ത്രിയേക ദൈവമാണ് നമുക്ക്. സ്തോത്രം. ത്രിയേകത്വത്തിന് വേദോസ്തം പഠിപ്പിക്കുന്ന അടിസ്ഥാന പ്രമാണം ഇങ്ങനെയാണ്: നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരും. എക്സിസ്റ്റൻഷ്യലി ഡിപ്പെൻഡന്റ് ആൻഡ് ഫങ്ഷണലി ഇൻഡിപെൻഡന്റ്. സ്തോത്രം. നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരും. മനുഷ്യൻ ആണ് ത്രിയേകത്വത്തിന് ഏറ്റവും നല്ല ഉദാഹരണം. കാര്യം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെടാൻ ആരാ? മനുഷ്യനാണ്, സൂര്യനല്ല, മനുഷ്യനാണ്. അതുകൊണ്ട് മനുഷ്യനിലാണ് ഏറ്റവും നല്ല ഉദാഹരണം ത്രിയേകത്വത്തിന് കാണാൻ കഴിയുന്നത്. ദേഹം, ദേഹി, ആത്മാവ് നിലനിൽപ്പിൽ ഒരുമിച്ച്. ഇതാ നിങ്ങൾ എന്നെ കാണുമ്പോൾ എന്നിൽ ദേഹമുണ്ട്, എന്നിലൊരു ദേഹിയുണ്ട്, എന്നിലൊരു ആത്മാവുണ്ട്. പക്ഷെ നിലനിൽപ്പിൽ ഒന്നിച്ച, പക്ഷെ മൂന്നിന്റെ ഫങ്ഷൻസ് മൂന്നാണ്. ശരീരത്തിന്റെ ഫങ്ഷൻ, ശരീരം എന്നെ ലോകത്തെക്കുറിച്ച് ബോധവാനാക്കുന്നു. ദേഹി എന്നെ സ്വയത്തെക്കുറിച്ച് ബോധവാനാക്കുന്നു. ആത്മാവ് എന്നെ ദൈവവുമായി ബന്ധം പുലർത്തുവാൻ ശക്തനാക്കുന്നു. അപ്പോൾ ഫങ്ഷൻസ് മൂന്നാണ്, നിലനിൽപ്പിൽ ഒരുമിച്ചുമാണ്. ഇതുപോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ നിലനിൽപ്പിൽ ഒരുമിച്ച്. അതാ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു, പരിശുദ്ധാത്മാവും. സ്തോത്രം. എന്നാൽ ഫങ്ഷനിൽ, ശുശ്രൂഷയിൽ സ്വതന്ത്രരാണ്. സ്തോത്രം. രക്ഷാ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്, ദൈവിക രക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്വങ്ങൾ ശുശ്രൂഷയുടെ 3 വശങ്ങളാണ് നിർവഹിക്കുന്നത്. പിതാവ് അയച്ചു, പുത്രൻ വന്നു, പരിശുദ്ധാത്മാവിൽ തന്നെത്താൻ അർപ്പിച്ചു. സ്തോത്രം. എബ്രായ ലേഖനം 9-ാം അധ്യായം 3-4 വാക്യം.
നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. പിതാവ് അയച്ചു, പുത്രൻ വന്നു, ആത്മാവിൽ അർപ്പിച്ചു. സ്തോത്രം. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ പിതാവ് ആകർഷിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് അവന് പാപബോധം കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് സാക്ഷിക്കുന്നു. പുത്രൻ അവനെ നീതീകരിക്കുന്നു. സ്തോത്രം. ഒരു രക്ഷിക്കപ്പെടുമ്പോൾ 3 ആളത്വങ്ങൾക്കും പങ്കുണ്ട്. പ്രാർത്ഥന പിതാവിനോട്, പുത്രന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനോടല്ല, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഇന്നത്തെ ശുശ്രൂഷ പരിശുദ്ധം നിർവഹിക്കുന്ന കാര്യസ്ഥൻ എന്ന നിലയിലാണ്. സ്തോത്രം. കാര്യസ്ഥൻ പിതാവ്, പുത്രൻ, കാര്യസ്ഥൻ. സ്തോത്രം. മനസ്സിലാകുമെന്ന് വിശ്വസിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് അങ്ങ് പ്രചരിച്ചു വരിക. പ്രിയപ്പെട്ടവരെ, അങ്ങനല്ല. അത് വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ടതാണ്. സമയം കുറവാണ്. ഞാൻ സൂചിപ്പിച്ചങ്ങ് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വരാറുണ്ട്. യൂദാശ്ലീഹായോടുള്ള പ്രാർത്ഥന, പിന്നെ കന്യാമറിയാമിനോടുള്ള പ്രാർത്ഥന, വേളാങ്കണ്ണി മാതാവിനോടുള്ള പ്രാർത്ഥന. ആ കൂട്ടത്തിൽ ഈ അടുത്ത കാലത്തായി തുടങ്ങി പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. ഒന്നാന്തര ചില വാചകങ്ങൾ പക്ഷെ താഴെ എഴുതിയിട്ടുണ്ട്. ഈ പ്രാർത്ഥന 3 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥന ഏത് കാര്യവും സാധിക്കും. നിങ്ങൾ പറയും വേളാങ്കണ്ണി മാതാവിനോട്, മറ്റ് യൂദാശ്ലീഹ, ചാത്തൻ സേവ, ഇതിന്റെ ഒക്കെ പറയുന്നതൊക്കെ അതിന്റെ പേരിൽ പൈശാചിക ചക്രികളാണെന്ന് നിങ്ങൾ പറയുന്നു. പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന പിന്നിൽ മാത്രം പരിശുദ്ധാത്മാവാണെന്ന് പറയുന്നു. അത് 2 സ്റ്റാൻഡേർഡ് വെക്കല്ലേ? ഒരു സാധനത്തെ 2 അളവുകൾ കൊണ്ട് അളക്കുകയല്ലേ? അങ്ങനല്ല. സ്തോത്രം. വഞ്ചനയാണിത്. പരിശുദ്ധാത്മാവ് എന്ന പേരിൽ സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം കെട്ടിയ ത്രിയേക ദൈവത്തെയും വെളിച്ചമെന്ന് വിശേഷണം ഉപയോഗിച്ച് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. പിതാവായ ദൈവം വെളിച്ചങ്ങളുടെ പിതാവ്, പുത്രനാം ദൈവം ലോകത്തിന് വെളിച്ചം, പരിശുദ്ധാത്മാവ് ദൈവം വെളിച്ചത്തിന്റെ ദൂതൻ. വെളിച്ച ദൂതന്റെ വേഷം കെട്ടി. സ്തോത്രം. ഇന്ന് ദൈവസഭയിൽ വിശ്വാസത്യാഗത്തിന് പ്രധാന കാരണമാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞാൽ കൊള്ളാമെന്നും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് അവസരം തന്നാൽ കൊള്ളാമെന്നും ഒക്കെ ഉണ്ട്. സ്തോത്രം. ഇവിടെ ഈ യോഗത്തിൽ സമയം പോയതുകൊണ്ടതിന് അവസരമില്ലെങ്കിലും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. I, a poor, humble evangelist, am standing with the word of God in the power of the Holy Spirit. Stotram. I can defend what I have told on the basis of the word of God. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് സത്യം സത്യം സത്യമാണെന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം, നിർമ്മല ഹൃദയമുണ്ടെങ്കിൽ. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. റോമാലേഖനത്തിൽ 8-ാം അധ്യായം വായിച്ചു നോക്ക്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ആത്മാവിനോട് ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവിനോട് രാവിലെ പ്രഭാതവന്ദനം പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടതെന്ന്. നമ്മുടെ അകത്തുള്ള, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ പുറത്തുള്ള ഒരാളിനെ പോലെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് തുടങ്ങണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തന്നെയല്ല, നമ്മുടെ യോഗങ്ങളിൽ ചെയ്യുമായിരുന്നു. ആവിയാനവരേ, അൻപിനാവിയാനവരേ, ഇപ്പൊ വാരും ഇറങ്ങി വാരും എങ്കൾ മത്തിയിലേ എന്നൊരു തമിഴ് പാട്ട് അനേക ആവർത്തിച്ച് പാടി പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് വെൽക്കം ചെയ്തു. നമ്മുടെ ഇടയിൽ തന്നെ ആളുകൾ കൈയടിച്ച് പരിശുദ്ധാത്മാവിനെ വരവേൽക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഇടയിൽ തന്നെ വരവേറ്റ സാഹചര്യങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? വിശ്വാസത്യാഗം, പിശാചിന്റെ വഞ്ചന, അപകടം, കെണി, നഷ്ടപ്പെടല്ലേ, പോരാടിക്കോണേ വചനത്തിനു വേണ്ടി. എന്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും. ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ചിലക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ഒരിക്കൽ ഒരാളിനോട് ചൂടായി, നിങ്ങൾ ഇയാളെന്താടോ ഇങ്ങനെ പറയുന്നത്. എനിക്കൊക്കെ വിഷമം തോന്നി. ഞാൻ വീട്ടിൽ ചെന്ന്, ദൈവമേ എന്നോട് കരുണ തോന്നണേ, ഞാൻ അറിയാതെ അങ്ങനെ ചോദിച്ചു പോകുന്ന കർത്താവേ, ആളുകൾ മൂത്ത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഒരു ഉറപ്പുവരുത്താൻ വേണ്ടി പറഞ്ഞ കർത്താവ് എന്നോട് സഹായിക്കണേ, അത് പറയാതിരിക്കാൻ സഹായിക്കണേ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാ എനിക്ക് അന്നൊരു പ്രേരണ പറയാം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വേണ്ട ആ പ്രേരണ അനുസരിച്ച് അങ്ങ് ചെയ്യുന്നത്. കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു, ഇതല്ല നിങ്ങൾ ഗ്രഹിച്ചോന്ന്, ഇതൊക്കെ നിങ്ങൾ ഗ്രഹിച്ചോ എന്ന് ചോദിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, അയ്യോ കർത്താവിന്റെ മാതൃപിൻപറ്റ പാവപ്പെട്ട എനിക്ക് ഒടേ തമ്പുരാൻ അവകാശം തന്നിട്ടുള്ളത് കൊണ്ട് സ്തോത്രം. അതുകൊണ്ട് ഞാനങ്ങ് ചോദിച്ചു പോകുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം.
ഇല്ലെങ്കിൽ ചോദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. ആട്ടെ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനോടല്ല. അപ്പോൾ നമ്മുടെ ഈ വിശ്വാസത്യാഗത്തിനെതിരെയുള്ള മുൻകരുതലുകളാണ് പറയുന്നത്. മുൻകരുതൽ ഏതൊക്കെയാ? ആത്മീയവർത്തന വരുത്തുക. അതെങ്ങനെ ആത്മീയവർത്തന വരുത്തും? ആത്മാവിൽ പ്രാർത്ഥിക്കുക, ദൈവസ്നേഹത്തിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കുക. അടുത്തത് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുക. അടുത്തത് ആത്മാക്കളെ നേടുക. അടുത്തത് പാപത്തെ ഭയപ്പെടുക, പകയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് സ്തോത്രം വിശ്വാസത്യാഗത്തിനെതിരെയുള്ള ആയുധങ്ങൾ, പ്രൊട്ടക്ഷൻ, മുൻകരുതലുകൾ. സ്തോത്രം. നോക്കി, നിങ്ങളെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർത്തന വരുത്തി. ആത്മീയവർത്തന വരുത്തുന്നത് എന്തും പിന്തുടരരുത്. ചില പറയും അവിടെ ചെന്ന് എന്നെ ബോധം കെടുത്തി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ ഇതൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ട്, വേദോത്സവമൊക്കെ വായിക്കാനൊക്കെ എനിക്ക് അതിനുശേഷം ഒരാവേശമൊക്കെ ഉണ്ടായതെന്ന് ഒരാളൊരിക്കൽ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദറെ, അതുകൊണ്ട് എനിക്ക് ആത്മീയവർത്തനം ഉണ്ടാകാൻ അതൊരു കാരണമായതുകൊണ്ട് അത് ശരിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പുസ്തകം നോക്കി, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആത്മീയവർത്തന പ്രാപിച്ചു. ആത്മീയവർത്തനം ഉണ്ടാക്കുന്നു എന്ന് ചിന്തിക്കുന്നതെല്ലാം സ്വീകരിക്കാൻ പ്രമാണമില്ല. വിശ്വാസ പ്രമാണത്തിനനുസരിച്ചുള്ളത് മാത്രമേ യഥാർത്ഥ ആത്മീയവർത്തനം ഉണ്ടാക്കുള്ളൂ. യു ഗെറ്റ് മീ? അതുകൊണ്ട് ആദ്യം ഒരു സ്യൂഡോ സ്പിരിച്വാലിറ്റി നമുക്ക് തരും. Devil is very cunning, very, very, very cunning. But stick to the strict teachings of the word of God. And follow the guidance of the Holy Spirit. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും അടുത്തത് നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ നമ്മളെ തന്നെ സൂക്ഷിക്കണം കേട്ടോ. ഹല്ലേലൂയ. അടുത്തത് സംശയിക്കുന്ന രാജനോട് കരുണ ചെയ്തി. വിശ്വാസത്തിൽ ആടിപ്പോകുന്നവരുണ്ട്, ദൈവത്തെ സംശയിക്കുന്നവരൊക്കെ ഉണ്ട്. അവരോട് കരുണ ചെയ്യണം. സമയം പോയല്ലോ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പേ. പാപജീവിതത്തിൽ പോകുമ്പോൾ ജീവിതമാകുന്ന അങ്കിയിൽ കറപിടിക്കുന്നുണ്ട്. സ്തോത്രം. ജഡത്താൽ കറപിടി, ജഡിക താല്പര്യങ്ങളിൽ പോകുമ്പോൾ ജീവിതമാകുന്ന അങ്കി, അതാണ് തങ്ങളെ അങ്കി കുഞ്ഞാടിന്റെ രക്തത്തിൽ. അത് വ്യാഖ്യാനോട് പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. സ്തോത്രം. അങ്ങനെ പാപത്താൽ ജീവിതം മലിനപ്പെടാതെ, ജഡത്തെ അനുസരിച്ച് പോകാതെ, സ്തോത്രം, ഹല്ലേലൂയ, വിശുദ്ധിയിൽ തങ്ങളെ തന്നെ സൂക്ഷിച്ചോളണം. 24-25 വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ഒരു 4 ദിവസം അത്രയും ഭാഗം വിശദീകരിക്കണം. അതിനുള്ള ഓട്ടവിടെ നിങ്ങൾ ദൈവവചനത്തിൽ പരിജ്ഞാനമുള്ളവരായോണ്ട് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചോളൂ. നിങ്ങൾ തന്നെ അത് പഠിച്ചോണം. മേളിൽ കണ്ടു നിങ്ങളെ തന്നെ സൂക്ഷിച്ചോളൂ. തൊട്ടുപാട് പറയുന്നു നമ്മളെ അവൻ സൂക്ഷിച്ചോളൂ എന്ന്. അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെ ചേരുന്നത്? ഇത് രണ്ടും കോംപ്ലിമെന്റിങ്. സ്തോത്രം. താൻ പാതി ദൈവം പാതി എന്നല്ല, അത് ലോകത്തിന്റെ വഴിയാണ്. അത് ശരിയല്ല. താൻ പാതി ദൈവം പാതി എന്നല്ല. ദൈവത്തിനും പഠിപ്പിക്കും നമ്മൾ മുഴുവനും കർത്താവ് മുഴുവനുമെന്ന്. നമ്മൾ മുഴുവനായി നമ്മളെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയും കർത്താവ് തന്നെത്താൻ മുഴുവനായി നമുക്കായി ഏൽപ്പിച്ചറിയുകയും ചെയ്തിരിക്കുക. നമ്മൾ സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോടെ വീര്യത്തോടെ ഇന്ദ്രിയത്തോടെ ഭക്തിയോട് സഹോദര പ്രീതിയും കൂട്ടിക്കൊള്ളണം. നമ്മൾ സകല ഉത്സാഹവും കഴിക്കണം. കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ തന്നിരിക്കുക. അപ്പോൾ നമ്മളും കർത്താവും ഒരു സ്തോത്രം ജോയിന്റ് എന്റർപ്രൈസ് ആണെന്നല്ല. നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാവും? നമ്മൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലും വചനത്തിന്റെ പരിധിയിലും നമ്മളെ തന്നെ സൂക്ഷിക്കുമ്പോൾ അവൻ നമ്മളെ സൂക്ഷിക്കും. സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, സാത്താൻ അവനെ തൊടുന്നതുമില്ല. 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതില്ല. സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ. 19 വാക്യത്തിന്. സ്തോത്രം. സർവ്വലോകം ദുഷ്ടന്റെ അധീനം. പക്ഷേ
ദൈവത്തിൽ നിന്ന് ജനിച്ചവരായോണ്ട് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുന്നു. സ്തോത്രം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസത്യാഗത്തിനെതിരായുള്ള മുൻകരുതലുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മീയ വർധന വരുത്തിക്കൊള്ളുക. അതെങ്ങനെ വെക്കും? ഒന്ന്, പ്രാർത്ഥന. ആത്മാവിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. ആത്മനിറവിൽ പ്രാർത്ഥിക്കണം, ആത്മനിയോഗത്തിൽ പ്രാർത്ഥിക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, അതുകൊണ്ട് അതിനകത്ത്. സ്തോത്രം. ഇവിടെ അന്യഭാഷയിലുള്ള പ്രാർത്ഥനയും ആത്മാവിലെ പ്രാർത്ഥനയും ഒക്കെ ഒരു ദിവസത്തെ ക്ലാസ്സിന് ഉള്ളതുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇഷ്ടംപോലെ നിങ്ങൾ അതിനെക്കുറിച്ച് കേൾക്കുന്നതായിരിക്കുമല്ലോ. ആത്മാവിൽ എന്ന് പറഞ്ഞ മുട്ടയിലോട്ട് നിന്ന് ചുമ്മാ അന്യഭാഷ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ കുറേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ചിലപ്പോൾ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന അനുഭവമായി അന്യഭാഷാ ഭാഷണത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ നടത്തുകയാണെങ്കിൽ ഗോ അഹെഡ്. സ്തോത്രം. ചുമ്മാ മുട്ട നിന്ന് ചെറുപറ ചുമ്മാ ഉണ്ടാക്കിയ അന്യഭാഷ പറയുന്നതാണ് ആത്മാവിലെ പ്രാർത്ഥന തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. അത്രയൊക്കെ പറയാൻ ഒക്കുള്ളൂ ഇപ്പൊ നേരത്തിന്, ഇത്രയും നേരത്തിനുണ്ടാകും. സ്തോത്രം. എന്താണ് അന്യഭാഷ? ഇതൊക്കെ സ്തോത്രം റോമാലേഖനത്തിലെ ക്ലാസ്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് അവിടെ പറയുവാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. 8-ാം അധ്യായത്തിൽ. നോക്കണേ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥി. അടുത്ത, ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. പ്രിയപ്രിയ, നമ്മളെ തന്നെ സൂക്ഷിക്കുന്നതെന്ന് അറിയോ? പാപത്തിന്റെ ദോഷഫലങ്ങൾ ഭയന്നിട്ട് പാപം ഒഴിഞ്ഞിരിക്കുക എന്നല്ല, കർത്താവിന്റെ സ്നേഹ നിമിത്തം. ഞാനെങ്ങനെ ഇത് ചെയ്യും? എന്റെ കർത്താവിന് ഇതൊരിക്കലും യോഗ്യമല്ല. എനിക്ക് വേണ്ടി ജീവൻ തന്ന എന്റെ പൊന്നു കർത്താവിന്റെ മുറിവുകളെ വേദനിപ്പിക്കുന്ന കാര്യം ഞാൻ ചെയ്യുമോ? ഇല്ല. എന്റെ കർത്താവിനോടുള്ള സ്നേഹമാണ് എന്നെ വിശുദ്ധിയിൽ നിലനിർത്തുന്നത്. നരകം പേടിച്ച് പാപം ഒഴിഞ്ഞിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീഴ്ച വരും. താഴെ കണ്ടല്ലോ. സ്തോത്രം. പാപത്തെ വെറുക്കണം, പാപത്തെ ഭയപ്പെടണം. സ്തോത്രം. പാപത്തിന് ഓമന പേര് വിളിക്കരുത്. പാപത്തിന് ഓമന പേര് വിളിക്കരുത്. മൂക്കം പാമ്പിനെ പേടിക്കുന്നതിനേക്കാൾ പാപത്തെ പേടിക്കണം. പണ്ട് പാപത്തിൽ ജീവിച്ചിരുന്ന കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നണം, ലജ്ജ തോന്നണം. അതിനെ വീരസാഹസമായ കാര്യം ചെയ്യുന്ന പോലെ പറയരുത്. അതിനെ ഓർത്ത് ലജ്ജിക്കണം. പാപത്തെ വെറുക്കണം, ദൈവത്തെ സ്നേഹിക്കണം. സ്തോത്രം. അടുത്തത്, കർത്താവ് മീൻസ് ആത്മാക്കളെ നേടണം. ചില തീയിൽ നിന്ന് നിങ്ങൾ നോക്കി നോക്കി, തീ പിടിച്ചോണ്ടിരിക്കുന്ന വഴിയാ പോകുന്നു, ഒരുത്തം കിടന്ന് വേഗുക, വലിച്ചെടുക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ I have to attend to my duty. എനിക്കെന്റെ ജോലിക്ക് പോകണം. നീ മനുഷ്യനല്ല, മനുഷ്യനല്ല. സ്തോത്രം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പി. ശരിയിരിക്കാം, നരകത്തിൽ നിന്ന് വലിച്ചെടുക്കുക കേട്ടോ. അടുത്തത്, കർത്താവിന്റെ വരവിനായിട്ട് കാത്തിരുന്നോണം. രാവും പകലും അതായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പ്. കർത്താവിന് മടങ്ങി വരവ് നമ്മുടെ പകലത്തെ ചിന്തയും രാത്രിയിലെ സ്വപ്നവുമായിരിക്കണം. പ്രഭാതത്തിൽ ഉണരുമ്പോൾ കർത്താവേ, അവിടുന്ന് കഴിഞ്ഞ രാത്രി വന്നില്ലല്ലോ, ഈ പകൽ വരുന്നുവോ എന്നടിയൻ അറിയുന്നില്ല. അങ്ങനെ വരുന്നെങ്കിൽ ഞാൻ തയ്യാർ. സന്ധ്യയ്ക്ക് രാത്രിയിൽ ഉറങ്ങുന്നു, എന്റെ കർത്താവേ, ഞാൻ ഇതുവരെയും കാവളതൊലിക്ക് വേണ്ടി കാവോർത്തിരിക്കുകയായിരുന്നു, അങ്ങനെ ഇതുവരെ വന്നില്ലല്ലോ. അടിയൻ ഉറങ്ങാൻ പോകുന്നു. ഞാൻ ഉറങ്ങുന്നെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. സ്തോത്രം. ഈ രാത്രിയിൽ കാവളത്വനിച്ചാൽ അടിയൻ ഇതാ ഒരുക്കമുള്ളവനായി. അതാണ് പകലത്തെ ചിന്തയും രാത്രിയിലെ സ്വപ്നവും അതായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് വരുന്നു. സ്തോത്രം. ഭയപ്പെടേണ്ട, വീഴാതെ വണ്ണം നമ്മളെ അവൻ സൂക്ഷിക്കും. തന്നെ നിൽക്കുകയല്ല, അവിടുന്ന് നിർത്തുകയാ. കളങ്കമില്ലാത്തവനാണെങ്കിലേ ആനന്ദത്തോടെ തിരുസനിൽ നിൽക്കുകയുള്ളൂ. സ്തോത്രം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. നാളെ നിങ്ങൾക്ക് ജോലിയുണ്ടെന്നുള്ളത് എനിക്കറിയാം. എന്റെ വാക്ക് ഞാനിവിടെ നിർത്തുന്നു. നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എന്റെ വാക്കുകളിൽ കുറവായുള്ളത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂരിപ്പിക്കട്ടെ. സ്തോത്രം. കർത്താവ് വരാറായി. അവന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുകയും അനേകരെ കർത്താവിനെ ആദായപ്പെടുത്തുകയും ദൈവവചനത്തിന്റെ പ്രമാണപ്രകാരം വിശുദ്ധിക്കും നിർമ്മലതയ്ക്കും വേണ്ടി നിൽക്കുകയും ചെയ്യുവാൻ
എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവ സ്നേഹത്തിൽ ആഹ്വാനം തന്നുകൊണ്ടും നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടും എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സമയം കടന്നുപോയതുകൊണ്ട് ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാനോ വന്നാട്ടെ ഞാൻ സമയം എടുക്കുന്നില്ല. സ്തോത്രം. അതിന് ദൈവമക്കൾ സമയമെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.